ഇത് അവസാനിപ്പിക്കണം. കണ്ണിന് കണ്ണും പല്ലിനു പല്ലുമെന്ന് പോര് വിളിച്ചു നേടിയെടുക്കേണ്ട ഒന്നും ജനാധിപത്യ സംവിധാനത്തിൽ അവശേഷിക്കുന്നില്ല. തച്ചു തകർക്കാനും തല തല്ലിപ്പൊളിക്കാനും ഇവിടെ ആർക്കും അധികാരാവകാശങ്ങളുമില്ല. നാടൊട്ടുക്ക് പ്രതിഷേധമുയർത്തൂ, ജനാധിപത്യ ബോധം ഉയർത്തിപ്പിടിക്കൂ. അത് പക്ഷേ ആകാശത്തെയും ഭൂമിയിലെയും നിയമങ്ങളെ അപ്പാടെ ലംഘിച്ചുകൊണ്ട് വേണോ? മുഖ്യമന്ത്രിക്ക് സുരക്ഷാ ഭീഷണിയുണ്ടെങ്കിൽ നിയമ നടപടിയെടുക്കൂ. ജനാധിപത്യ പ്രതിഷേധമുയർത്തൂ. KPCC ആസ്ഥാനം മുതൽ കന്റോൺമെന്റ് ഹൗസ് വരെ, പിന്നെ നാട്ടിലെ മുഴുവൻ കോൺഗ്രസ് ഓഫീസുകളും തല്ലിപ്പൊളിക്കുവോളം വേണോ? തിരുത്താനും നയിക്കാനും ശേഷിയുള്ളവർ പോര് വിളിക്കാൻ ഇറങ്ങുന്ന കാലത്ത് ആരു വഴി കാട്ടും കേരളത്തിന്? പ്രിയ പ്രേക്ഷകർക്ക് സൂപ്പർ പ്രൈം ടൈമിലേക്ക് സ്വാഗതം. അതിഥികൾ CPM-ൽ നിന്ന് ശ്രീ VK സനോജ്, കോൺഗ്രസിൽ നിന്ന് ശ്രീ ജ്യോതികുമാർ ചമക്കാല, ഇടത് സഹയാത്രികൻ ശ്രീ പ്രേംകുമാർ, മാധ്യമപ്രവർത്തകനും കോൺഗ്രസ് നിരീക്ഷകനുമായ ശ്രീ N ശ്രീകുമാർ എന്നിവരാണ്. ശ്രീ VK സനോജ് അല്പസമയത്തിനകം നമ്മളോടൊപ്പം ചേരും. ശ്രീ പ്രേംകുമാർ, സംസ്ഥാനത്ത് നടക്കുന്ന അക്രമ സംഭവങ്ങൾക്ക് ആരാണ് ഉത്തരവാദി? അതിനെ ആരാണ് നിയന്ത്രിക്കേണ്ടത്? ഇന്നത്തെ ഇൻട്രോയിൽ മാധു പറയുന്നത് കേട്ട് എനിക്കും ചെറിയൊരു സന്തോഷം തോന്നുന്നു. ജനാധിപത്യപരമാവട്ടെ നിയമവിധേയപരമാവട്ടെ പ്രതിഷേധങ്ങളെന്ന് കേരളത്തിലുള്ള മുഴുവൻ ആളുകളും വിചാരിക്കുന്നതും പറയാൻ ആഗ്രഹിക്കുന്നതുമായ കാര്യം തന്നെയാണത്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഈ സ്റ്റേറ്റ്മെൻറ്റിനോട് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. എവിടെ വെച്ചാണ് ഈ തുടങ്ങിയതെന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് 8ാമത്തെ ദിവസമാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ടാണ് ഈ വാർത്ത എന്നും ചർച്ച എന്നും നിങ്ങളും ബഹളമെന്ന് നാട്ടുകാരും പറയുന്ന ഈ മൊത്തം സീന് തുടങ്ങിയിട്ടുള്ളത്. അത് 7 കേസുകളിൽ പ്രതിയായിട്ടുള്ള സ്വപ്ന സുരേഷ് 2 ദിവസമായിട്ട് തൻ്റെ അന്വേഷണ ഏജൻസിയായ EDക്കെതിരെ കോടതിയിൽ കൊടുത്തിട്ടുള്ള 164 സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് പുറത്തു വന്ന് പറഞ്ഞു. അപ്പോഴാണ് തുടങ്ങിയത്. വളരെ ലളിതമായൊരു യുക്തിയുണ്ട്. അതായത് ഒരു കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രതി വിചാരണ വേളയിൽ കോടതിയിലായിരുന്നാലും മാധ്യമങ്ങളോടായിരുന്നാലും പറയുക സ്വാഭാവികമായും അവരുടെ ലോയർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളായിരിക്കും. അത് ഞാനായിരുന്നാലും മാധുവായിരുന്നാലും സ്വപ്നയായിരുന്നാലും അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്, ഇവർ പറഞ്ഞ കാര്യം എന്താണ്? 2021 എൻക്വയറി സമയത്ത് അവർ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ. അതായത് അതിലൊരു വ്യത്യാസമേ ഉള്ളൂ. അന്ന് പറഞ്ഞിരുന്നത് ഈ ബാഗിനകത്ത് ക്യാഷ് ആണ്, കറൻസി ആണെന്ന് സരിത്ത് പറഞ്ഞിട്ട് എനിക്ക് അറിയാമായിരുന്നു എന്നാണ്. ഇത്തവണ അവർ പറയുന്നത് എനിക്ക് തന്നെ അറിയാമായിരുന്നു എന്നാണ്. അതാണ് ഉള്ള വ്യത്യാസം. ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പുറത്ത് കസ്റ്റംസ് കൃത്യമായ എൻക്വയറി നടത്തുകയും കൃത്യമായ ഡോക്യുമെൻറ്റിൽ, ലീഗൽ ഡോക്യുമെൻറ്റിൽ, ഒഫീഷ്യൽ ഡോക്യുമെൻറ്റിൽ എൻട്രി ചെയ്തുകൊണ്ടാണ് ഒരു പാക്കേജ്, മെമൻഡോസ് ഉൾപ്പെട്ട ഒരു പാക്കേജ് കോൺസുലേറ്റ് വഴി GNDയിൽ നിന്ന് ദുബായിലേക്ക് അയച്ചതെന്നും അത് നളിനി നെറ്റുമാണ് റിസീവ് ചെയ്തതെന്നും കസ്റ്റംസിന് ബോധ്യപ്പെട്ട കാര്യമാണ്. അത് സ്റ്റേറ്റ്മെൻറ്റിലുള്ളതാണ്, ഒരു പബ്ലിക് ഡോക്യുമെൻ്റ് ആണത്. അതേ കാര്യമാണ് അവർ പറയുന്നത്. പക്ഷേ ചാനലുകളെല്ലാം ബ്രേക്ക് ചെയ്തിരുന്നത് പുതിയ വെളിപ്പെടുത്തൽ എന്നായിരുന്നു. രണ്ടാമത്തെ കാര്യം എന്തായിരുന്നു? ബിരിയാണി ചെമ്പിനകത്ത് സ്വർണം ക്ലിഫ് ഹൗസിലേക്ക് കൊണ്ടുപോയി എന്ന് കേൾക്കുന്ന മാത്രയിൽ തന്നെ ആർക്കും അറിയാവുന്ന അത്രയും ഫൂളിഷായ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് കേട്ടിട്ട് ഇത് വിശ്വാസമാണ് എന്നുള്ള പ്രതീതി സകല മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നു. അതിൻ്റെ പിന്നാലെ ചേർന്നുകൊണ്ട് അന്ന് വൈകുന്നേരം മുതൽ നിങ്ങൾ ഇപ്പോൾ പറയുന്ന ജനാധിപത്യപരമല്ലാത്ത പ്രതിഷേധം തുടങ്ങുകയാണ് കേരളത്തിൽ. ഉരുളി വലിച്ചെറിയുന്നത് കണ്ടു, ചെമ്പ് കൊണ്ടുപോകുന്നത് കണ്ടു, മുഖ്യമന്ത്രിയെ തടയുന്നത് കണ്ടു. ഭയങ്കര ബഹളങ്ങൾ 7 ദിവസം നടന്നു. 7ാം ദിവസം, ആ 7 ദിവസം നടന്നതിന് നമുക്ക് പൊളിറ്റിക്കൽ പ്രൊട്ടസ്റ്റ് എന്ന് പറയാം, രാഷ്ട്രീയമായ പ്രതിഷേധങ്ങൾ എന്ന് പറയാം. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ മുന്നും ആളുകൾ ചെയ്തിട്ടുണ്ട്. അത് കടന്നിട്ട് അതൊന്നും ഫലം ഇല്ലാതാവുമ്പോൾ 7ാമത്തെ ദിവസമാണ് നമ്മൾ കാണുന്നത് കൃത്യമായിട്ടുള്ള ഒരു പ്ലോട്ടഡ്, കൃത്യമായിട്ടുള്ള ഒരു മുൻകൂർ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിൽ 3 പേര് ടിക്കറ്റ് എടുത്ത് വിമാനത്തിൽ കയറിയിട്ട് അതിസുരക്ഷാ മേഖലയായിട്ടില്ല. അത് മാത്രമല്ല, അതിൻ്റെ കാര്യം, നമ്മളൊരു മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിക്കുന്നത് അല്ലെങ്കിൽ ഒരു മന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിക്കുന്നത് അദ്ദേഹം പ്രൊട്ടക്റ്റഡ് ആയിരിക്കുന്ന അവസ്ഥയിലാണ്. അപ്പോഴേ അതൊരു സമരമാവുള്ളൂ. ഒരാൾ ഒറ്റയ്ക്ക് റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ മോർണിംഗ് വാക്ക് നടക്കുന്ന സമയത്ത് ആരും കരിങ്കൊടി കാണിക്കില്ലല്ലോ, അത് സമരമാവില്ലല്ലോ. സമരമാവുന്നത് മന്ത്രിയായിരുന്നാലും മുഖ്യമന്ത്രി ആയിരുന്നാലും അദ്ദേഹത്തിന്റെ പ്രൊട്ടക്റ്റഡ് അവസ്ഥയിലുള്ളപ്പോഴാണ്, അതൊരാൾ തടയുമ്പോഴാണ്. അല്ലെങ്കിൽ അത് വെറും അക്രമമാണ്. വിമാനത്തിനുള്ളിൽ യാത്ര ചെയ്യുന്ന ഒരാൾ പ്രധാനമന്ത്രിയുടെ സ്വന്തം വിമാനം അല്ലെങ്കിൽ തീരെ പ്രൊട്ടക്റ്റഡ് ആയ പൂർത്തിയാക്കി ചുരുക്കാം. ഹലോ, യെസ്, അതായത്
ജനാധിപത്യപരമല്ലാത്ത പൊളിറ്റിക്കൽ പ്രൊട്ടസ്റ്റിൽ നിന്ന് മാറിയിട്ട് തീർത്തും ക്രിമിനൽ സ്വഭാവമുള്ള ഒരു അക്രമത്തിലേക്ക് പോവുകയായിരുന്നു ഇന്നലെ. അത് തീർത്തും അപലപിക്കപ്പെടേണ്ടതാണ് എന്ന് മാധുവിൻ്റെ ഇൻട്രോ തന്നെ ഞാൻ ഇന്നലെ കേട്ടു. അതിനുശേഷമാണ് ഇന്നലെ വൈകുന്നേരം മുതൽ തീർത്തും പിടുത്തം വിട്ട രീതിയിൽ ഇരുപക്ഷങ്ങളും പരസ്പരം ഓഫീസുകൾ ആക്രമിക്കുന്നു, തല്ലുകൂടുന്നു, പോലീസ് ലാത്തിചാർജ് നടത്തുന്നു. ഇതിവിടെ നിർത്തേണ്ടതാണ്, തീർച്ചയായും നിർത്തേണ്ടതാണ്. അതിനു മുന്നേ ഈ സമരത്തിന് ഇറങ്ങിയ ആളുകൾ ആലോചിക്കേണ്ടത് എന്ത് ബേസിസിലാണ്, എന്ത് അടിസ്ഥാനത്തിലാണ് ഈ സമരം നടത്തുന്നതെന്നാണ്. എന്താണ് ഇതിന്റെ പോയിന്റ്? ഈ ബഹളം സുരേഷിന്റെ പ്രതികരണങ്ങൾ വരുന്നു, അത് മാധ്യമങ്ങൾ കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ പോലും മാധ്യമങ്ങളുടെ പിൻപറ്റിയാണ്, അല്ലാതെ അവർക്ക് തോന്നിയിട്ടില്ല. ഞാനൊക്കെ ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുള്ളത് സ്വപ്ന സുരേഷിന്റെ വാർത്താ സമ്മേളനം തീരുന്നതിന് മുൻപ് തന്നെ ബിരിയാണി ചെമ്പുകൾ ഈ കോൺഗ്രസ് ഹാൻഡിലുകളിൽ നിറയുന്നതാണ് കേട്ടോ. അത് അവർക്ക് പ്രതിഷേധിക്കാനുള്ള അവരുടെ മാർഗമാണ്, അതിലൊന്നും ഞാൻ മോശമായൊന്നും കാണുന്നില്ല. പക്ഷെ മാധ്യമങ്ങളെ പിൻപറ്റിയാണെന്ന് പറഞ്ഞ് കുറച്ച് കടന്നുപോയി. 8 ദിവസം സംസ്ഥാനത്ത് കലാപമുണ്ടാക്കിയത് മാധ്യമങ്ങളാണെന്ന് പറഞ്ഞു വെക്കുകയാണെങ്കിൽ ആകട്ടെ, അത് അങ്ങനെ തന്നെ തുടരട്ടെ. അതായത് അല്ലല്ല എന്ന് ഞാൻ സോറി എന്ന് പറയാത്തത് പറയരുത് എന്നല്ല ഞാൻ പറഞ്ഞത്. ഭയങ്കരമായ വെളിപ്പെടുത്തലാണ്, കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കാൻ പോകുന്ന ഒരു സംഗതിയാണിത് എന്ന് നിങ്ങൾ തന്നെ മുമ്പ് കൊടുത്ത റിപ്പോർട്ടുകൾ വെരിഫൈ ചെയ്യാതെയാണ് നിങ്ങൾ പോലും പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. അവരുടെ വാർത്താ സമ്മേളനം തീരുന്നതിന് മുൻപ് തന്നെ പ്രതിഷേധമുണ്ട്. തീർന്ന വഴിക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായി. അതിൽ വിശകലനങ്ങളൊക്കെ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്നതിന് മുൻപ് തന്നെ പ്രതിഷേധം തുടങ്ങി. അല്ല, നിങ്ങളുടെ ന്യൂസ് എക്സ് തന്നെ പറയുന്ന കാര്യമുണ്ട്. ഇങ്ങനെ ഒരു കാര്യം ഒരാൾ പറയുമ്പം അത് കൊടുക്കുക എന്നല്ലാതെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന്. അതല്ലല്ലോ മാധ്യമ പ്രവർത്തനം. ഒരാളൊരു കാര്യം പറയുമ്പോൾ ഞാനായിരുന്നാലും ജ്യോതികുമാർ ആയിരുന്നാലും ആ പറയുന്നതിനകത്ത് സബ്സ്റ്റൻസ് ഉണ്ടോ എന്നും കൂടെ വെരിഫൈ ചെയ്യണ്ടേ? അപ്പോഴല്ലേ അത് ജേർണലിസം ആവുക. മറ്റത് വെറും മൈക്ക് അനൗൺസ്മെന്റ് അല്ലേ, മൈക്ക് ഓപ്പറേറ്ററുടെ പണിയല്ലേ? അത്തരം ഒരു ഉത്തരവാദിത്വം നിങ്ങളിൽ നിന്ന് നാട് പ്രതീക്ഷിക്കുന്നുണ്ടെന്നേ. കോടതിയിൽ പോയി 164 കൊടുത്തതിന് ശേഷം എനിക്ക് മാധ്യമങ്ങളോട് സംസാരിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ അത് ഓഫ് ദി റെക്കോർഡ് നോക്കി പരിശോധിച്ച അതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ കാമ്പുണ്ടോ എന്നൊക്കെ പരിശോധിച്ചതിന് ശേഷമല്ല കൊടുക്കുക. അവർ പറഞ്ഞതിന് ശേഷം അതിൽ വാർത്തകൾ കൊടുക്കുന്നതിൽ അങ്ങനെ ആകാം, പക്ഷേ അത് കൊടുക്കാനേ പാടില്ല എന്ന് പറയാൻ കഴിയുമോ? അല്ല മാധു, കൊടുക്കാനേ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഈ പറയുന്ന കാര്യങ്ങൾ സ്വപ്ന സുരേഷ് ഒരു വർഷം മുന്നേ കസ്റ്റംസിന് കൊടുത്ത മൊഴിയിൽ ഉള്ളതാണെന്നും അത് പ്രകാരം അന്വേഷിച്ചിട്ട് തെളിവുകളൊന്നുമില്ല എന്ന് തെളിഞ്ഞതാണെന്നും കസ്റ്റംസ് കോടതിയിൽ കൊടുത്തിട്ടുണ്ട് എന്നൊരു വാസ്തവമുണ്ട്. അത് പക്ഷെ മലയാളികൾ അറിഞ്ഞിരുന്നില്ല. നിങ്ങൾക്ക് പോലും അറിയാമായിരുന്ന ഒരു കാര്യം ആളുകൾ അറിഞ്ഞിരുന്നില്ല, നിങ്ങൾ അറിയിക്കാൻ ശ്രദ്ധ വെച്ചിരുന്നില്ല. നിങ്ങളും ഈ ബഹളമാവട്ടെ വാർത്തയാവട്ടെ എന്നുള്ള, ഞാൻ ഇടതുപക്ഷ വിരുദ്ധത എന്നൊന്നും പറയുന്നില്ല, ഇത് വാർത്തയാവട്ടെ ബഹളമാവട്ടെ എന്നുള്ള ഒരു ആംഗിൾ നിങ്ങൾക്കുണ്ടായിരുന്നു. നിങ്ങൾ തന്നെ ഇപ്പൊ പറയുന്നു ഞാൻ ആ സമയത്ത് ഒരു ന്യൂസ് ഡെസ്കിന്റെ ഭാഗമായി പ്രവർത്തിച്ചത് കൊണ്ടാണ് ആ വിശദീകരണത്തിന് നിന്നത്. അതായത് ആ സമയത്ത് ഒരു ന്യൂസ് ഡെസ്കിന്റെ ഭാഗമായി നിന്നുകൊണ്ടാണ്. അതിന് തൊട്ട് പിന്നാലെ പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധം വരികയാണ്. പിന്നെ ആ പ്രതിഷേധ വാർത്തകളൊക്കെയാണ് നിറയുന്നത്, അതിന്റെ വിശദീകരണങ്ങളും അതിന്റെ റിപ്പോർട്ടുകളും ഒക്കെയാണ് നിറയുന്നത്. വൈകുന്നേരം പിന്നെ എപ്പോഴെങ്കിലും വാർത്ത ഒരു റിപ്പോർട്ടായി വരുന്നത് പിന്നെയും മണിക്കൂറുകൾക്കൊക്കെ ശേഷമാണെന്നാണ് എന്റെ നേരിട്ടുള്ള ബോധ്യം. ശ്രീ പ്രേംകുമാർ, ഞാൻ അങ്ങനെയൊക്കെ തിരികെ വരാം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, അവിടെ തുടങ്ങിയ 8 ദിവസം മുമ്പ് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളിൽ എന്ത് ആളുകളിൽ ഞാൻ അങ്ങനെയൊക്കെ തിരികെ വരാം. ശ്രീ പ്രേംകുമാർ, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, അന്ന് 8 ദിവസം മുൻപ് തുടങ്ങിയ പ്രതിഷേധം പക്ഷേ ഇന്ന് സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ എല്ലാ കാലവും ഓർത്തു വെക്കാൻ പോകുന്ന ഒരു സംഭവ പരമ്പരകളായി മാറിയിരിക്കുന്നു. അതിൽ മുഖ്യമന്ത്രിക്കെതിരെയുണ്ടായ സുരക്ഷാ ത്രെട്ടടക്കമുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നു. അതിനുശേഷം 3 പേർക്കെതിരെ കേസ് വന്നിരിക്കുന്നു. ഇപ്പോൾ അവരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. സംസ്ഥാന വ്യാപകമായി ഇടത് യുവജന സംഘടനകളും കോൺഗ്രസിന്റെ യുവജന സംഘടനകളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കായികമായി നേരിട്ട് ഏറ്റുമുട്ടുക, അതിൽ ഗുരുതരമായി പരിക്കേൽക്കുക തുടങ്ങിയ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ പ്രതിഷേധങ്ങൾ ഇങ്ങനെ കൈവിട്ടു പോയതിൽ കോൺഗ്രസിനും പങ്കില്ലേ? ഇവിടെ ഡോക്ടർ പ്രേംകുമാർ പറയുന്നത് കേട്ടാൽ തോന്നുന്നു അദ്ദേഹം ഈ ആകാശത്ത് നിന്ന് പൊട്ടി വീണ ആളാണെന്ന്. ഇവിടെ കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് ഈ സംസ്ഥാനത്തുടനീളം അന്നത്തെ മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയിട്ടുള്ള സമരങ്ങളെക്കുറിച്ച് താങ്കൾക്ക് ബോധ്യമുണ്ടോ? ആ സമരത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്നുള്ള ഒരു അനിശ്ചിതകാല പണിമുടക്ക് സെക്രട്ടേറിയറ്റ് വളയൽ താങ്കൾക്ക് ഓർമ്മയുണ്ടോ? ആരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അത്? എത്ര കേസിലെ പ്രതിയായിരുന്നു അന്നത്തെ മൊഴി പറഞ്ഞയാൾ? അപ്പോൾ വസ്തുതകളായി മനസ്സിലാക്കുക. ആദ്യം ഇടതുപക്ഷത്തെ ന്യായീകരിക്കണമെങ്കിൽ താങ്കൾ ന്യായീകരിച്ചോളൂ, ഒരു തർക്കവുമില്ല.
താങ്കളൊരു സിൻഡിക്കേറ്റ് മെമ്പറൊക്കെ ആയാലും സ്വാഭാവികമായിട്ട് ന്യായീകരിക്കാൻ ബാധ്യതയുമുണ്ട്. അപ്പോൾ അതിനപ്പുറത്ത് ഇവിടെ എന്താ സംഭവം? താങ്കൾ ചോദിക്കുന്നു, മാധു ചോദിക്കുന്നു, ഇവിടെ മുഖ്യമന്ത്രിയെ തടയുന്നു. മുഖ്യമന്ത്രിയുടെ നെഞ്ചാമൂടി എറിഞ്ഞ് തകർത്തവരാണ് ഇടതുപക്ഷം, ഓർമ്മയുണ്ടോ? അതുകൊണ്ട് ഇത് ആവർത്തിക്കണമെന്നല്ല ഞങ്ങൾ പറയുന്നത്. ഒരിക്കലും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഇവിടെ ശ്രീ പ്രേംകുമാർ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികൾ മുഴുവൻ ഒരു രാത്രി മുഴുവൻ ഉറക്കം വിളിച്ചിരുന്നു, ഇപ്പോൾ ഏതോ ഒരു CD വരുമെന്നും പറഞ്ഞ്. അന്നും ഇതെല്ലാം ലൈവായിട്ട് ഇവിടുന്ന് കോയമ്പത്തൂർ വരെ പോകുന്നത് ലൈവായി നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്, ഓർമ്മയുണ്ടോ? അന്നൊന്നും ഈ ധാർമ്മിക രോഷം ഞങ്ങൾ കണ്ടില്ലല്ലോ, കണ്ടോ? ഇവിടെ എന്താ 164 സ്റ്റേറ്റ്മെൻറ്റ്? താങ്കൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുന്നത് 164 സ്റ്റേറ്റ്മെൻറ്റ് നേരത്തെ വന്നിട്ടുള്ളതാണെന്ന്? പബ്ലിക് ഡൊമൈനിൽ ഉണ്ടെന്ന് പറഞ്ഞു. താങ്കൾ ആ കസ്റ്റംസിൽ കൊടുത്ത 164 സ്റ്റേറ്റ്മെൻറ്റ് എന്നെ ഒന്ന് കാണിക്കാമോ? എനിക്കൊന്ന് അയച്ചു, വേണ്ട മാധുവിന് അയച്ചു കൊടുക്കാമോ ആ 164 സ്റ്റേറ്റ്മെൻറ്റ്? അത് കസ്റ്റംസ് ED ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല, അതിൻ്റെ വാദി ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല, മൊഴി കൊടുത്തയാൾ ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല. ഇപ്പോൾ വീണ്ടും അവർ അതിൽ അന്വേഷണം നടക്കാത്തതിൻ്റെ ഭാഗമായിട്ട് അവർ വീണ്ടും പിന്നെ 164 സ്റ്റേറ്റ്മെൻറ്റ് PMLA കോടതിയിൽ 164 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നു. ഇവിടെ പറഞ്ഞു പോകുമ്പോൾ അവർക്ക് എത്രയോ കേസുണ്ടെന്നൊക്കെ പറയുന്നു. ഞാനതാ മുമ്പ് നടന്നുള്ള സംഭവത്തെക്കുറിച്ചൊക്കെ ചോദിച്ചത്. അവർക്ക് ഞാൻ ചോദിക്കുന്നത്, താങ്കൾ ചോദിക്കുന്നത്, പിന്നെ പുതുതായിട്ടൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് സരിത്തിനെ പിടിച്ചുകൊണ്ടുപോയി അനധികൃതമായി പിടിച്ചുകൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ ഫോൺ പിടിച്ചു വാങ്ങിയത്? എന്തിനാണ് ഷാജ് കിരൺ അവിടെ പോയത്? എന്തിനാണ് സമവായ ചർച്ചകൾ നടത്തിയത്? എന്തിനാണ് നമ്മുടെ സംസ്ഥാനത്തെ ADGPയെ സസ്പെൻഡ് ചെയ്തത്? എന്തിനാണ്? ADGP മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണോ അത്? ADGPക്ക് നിർദ്ദേശമില്ലാതെ ഇത്രയും വിവാദമായ ഒരു കേസിൽ ADGP ഇടപെടുമെന്ന് ശ്രീ പ്രേംകുമാർ കരുതുന്നുണ്ടോ? അപ്പോൾ ഒരു ADGPയുടെ സ്ഥാനചലനം വരെ ഉണ്ടായൊരു വിഷയത്തിൽ ഇവിടെ മുൻപ് പറഞ്ഞിട്ടുള്ളത് മാത്രമാണ്, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു പോകാൻ എങ്ങനെയാണ് കഴിയുക? ഇന്നിപ്പോൾ സ്വപ്ന പറഞ്ഞിട്ടുണ്ടല്ലോ സ്പെസിഫിക്കായി. മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് മുമ്പ്, ഞാൻ ജയിലിൽ കിടന്നപ്പോൾ എനിക്ക് മുഖ്യമന്ത്രിയുമായി യാതൊരു ബന്ധവുമില്ല എന്ന്. ഇപ്പോൾ അവർ പറഞ്ഞെന്താ? വെല്ലുവിളിച്ചില്ലേ അവർ? എനിക്ക് മുഖ്യമന്ത്രിയുമായി ബന്ധമുണ്ട്, മുഖ്യമന്ത്രിയുടെ ഭാര്യയുമായി ബന്ധമുണ്ട്, മുഖ്യമന്ത്രിയുടെ മകനുമായും മുഖ്യമന്ത്രിയുടെ മകളുമായും ഒന്നിച്ചിരുന്ന് ഞങ്ങൾ പല കാര്യങ്ങളും തീരുമാനിക്കുകയും അതനുസരിച്ച് നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് അവർ മൊഴി കൊടുത്തിട്ടുണ്ട് എന്ന് പരസ്യമായി പറഞ്ഞിട്ടില്ലേ പബ്ലിക് ഡൊമൈനിൽ? ചെറിയ കാര്യമാണോ? അവർക്ക് ക്രെഡിബിലിറ്റി ഇല്ല എന്നുള്ളതാണ്. ഞാനതാ പറഞ്ഞത്, ക്രെഡിബിലിറ്റിയെ കുറിച്ച് പറയാൻ പ്രേംകുമാർ ആരാണെന്നേ? ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരാളെ താങ്കൾ നടന്ന ആളല്ലേ പ്രേംകുമാർ? എന്നിട്ട് 6 വർഷമായല്ലേ നിങ്ങൾ എന്ത് ചെയ്തു? ഇവിടെ അവരെ സംബന്ധിച്ച് അവർ 164 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നു. അവർ വെല്ലുവിളിക്കുകയല്ലേ? അവർ 164 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തതിനെ സംബന്ധിച്ച് അവർ പരസ്യമായി പറഞ്ഞില്ലേ ഞാൻ ഇന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്? അങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ എൻ്റെ മുഖ്യമന്ത്രി പ്രേംകുമാറിൻ്റെ മുഖ്യമന്ത്രിയെക്കുറിച്ച് ഇങ്ങനെ അപഖ്യാതി പറയാൻ പാടുണ്ടോ ഒരാൾ? പ്രേംകുമാറെ ഒന്ന് പറയുക, മുഖ്യമന്ത്രിയുടെ ഒരു പിന്നെ എന്താ മാനനഷ്ട കേസ് കൊടുക്കാൻ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക അദ്ദേഹത്തെ. താങ്കൾ ഡോക്ടറേറ്റൊക്കെ ഉള്ള ആളല്ലേ? മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനോ ഒന്ന് ഒരു മാനനഷ്ട കേസ് കൊടുക്കാൻ പറയും. ലീഗലായി ഇത്തരത്തിൽ 164 സ്റ്റേറ്റ്മെൻറ്റ് ബേസിസിൽ നടക്കുന്ന പ്രശ്നത്തെ സംബന്ധിച്ച് കോടതിയെ സമീപിക്കാൻ പറയും. എന്തിനാ അതിൽ നിന്നൊക്കെ ഒളിച്ച് മാറി നടക്കുന്നത്? അപ്പോൾ അങ്ങനെ വന്നാൽ ലീഗൽ സ്ക്രൂട്ടിനി ഉണ്ടാകും. ലീഗൽ സ്ക്രൂട്ടിനി ഉണ്ടായാൽ പല കാര്യങ്ങളും പുറത്തു വരും. അതിന് സർക്കാർ മുഖ്യമന്ത്രി വഴിപ്പെടാൻ തയ്യാറാകുന്നില്ല. പിന്നെ താങ്കൾ ഈ എന്താ ഇന്നലെ നടന്ന സംഭവത്തെക്കുറിച്ചൊക്കെ പറയുന്നു, വിമാനത്തിൽ നടന്ന സംഭവത്തെക്കുറിച്ച്. അവിടെ പ്രതിഷേധിച്ചിട്ടുണ്ട്, ശരിയാണ്, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ പ്രതിഷേധിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇന്നിപ്പോൾ എടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് മുഖ്യമന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് ശ്രീ പ്രേംകുമാറെ. പ്രതിഷേധം എന്ന് മുദ്രാവാക്യം വിളിച്ചാൽ മുഖ്യമന്ത്രി മരിക്കുമെന്ന് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഒരു വിമാനത്തിൽ പ്രതിഷേധം, അതും അത്ര ഉച്ചത്തിലുമല്ല, പ്രതിഷേധം എന്ന് 2 പ്രാവശ്യം വിളിച്ചാൽ മുഖ്യമന്ത്രി മരണപ്പെടും, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ കൊല്ലാനുള്ള ശേഷി ആ മുദ്രാവാക്യത്തിനുണ്ടെന്ന് ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് പ്രേംകുമാറെ. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാമോ വിമാനത്തിൽ? അല്ലെങ്കിൽ അതിന് പുറത്ത് കാണിച്ചു തരാമോ? ഒരു തെളിവ് പുറത്ത് വിടാമോ പ്രേംകുമാറെ? നിങ്ങൾ ആരെയാ വിഡ്ഢികളാക്കുന്നത്? അതാ ഞാൻ പറഞ്ഞത്, അതെല്ലാം ഫേക്ക് ആണെന്നേ. ഞാൻ ചോദിക്കട്ടെ, അവിടെ ഈ സംഭവം ഉണ്ടായ ശേഷം ആദ്യം പ്രതികരിച്ചത് ശ്രീ EP ജയരാജൻ അല്ലേ? അദ്ദേഹം നെഞ്ചാമുടി കിടിച്ച് അവിടുന്ന് നമ്മൾ കണ്ടു. ആ EP ജയരാജൻ ആദ്യം പുറത്തിറങ്ങിയിട്ട് എന്താ പറഞ്ഞേ? ഇവർ ഈ പിന്നെ പ്രതിഷേധം വിളിക്കുമ്പോൾ തന്നെ മുഖ്യമന്ത്രി കാറിൽ കയറി പോയി കഴിഞ്ഞിരുന്നു എന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞത് അത് ഇവർ മദ്യപിച്ച് മതോന്മത്തരായിട്ടാണ് ഇത്തരത്തിൽ പ്രവർത്തി ചെയ്തതെന്നാണ് പറഞ്ഞത്. ഇതിൽ ഏതാ വിശ്വസിക്കേണ്ടത്? അവർ മദ്യപിച്ചിട്ടില്ല, എന്തായാലും അവർ മദ്യപിച്ചിട്ടില്ല. ആയിക്കോട്ടെ, അല്ലെ പ്രേംകുമാർ പറഞ്ഞെങ്കിൽ പറയട്ടെ. അപ്പോൾ മദ്യപിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടു. പൊതുസമൂഹത്തോട് EP ജയരാജൻ മറുപടി പറയുമോ? മാപ്പ് പറയുമോ? മറ്റൊന്ന്, EP ജയരാജനെതിരെ കേസെടുക്കണ്ടേ പ്രേംകുമാറെ? താങ്കളുടെ അഭിപ്രായം എന്താണ്? EP ജയരാജൻ എന്തിൻ്റെ പേരിലായാലും അവർ പ്രതിഷേധം എന്ന് വിളിച്ചിട്ടുണ്ട്. അവരെ ഇടിച്ചും മലത്തി തറയിടുന്നതിൻ്റെ പേരിൽ അത് ഫ്ലൈറ്റ് വെച്ചല്ലേ നടക്കുന്നുള്ളത്?
ആ ഇ പി ജയരാജനെതിരെ കേസെടുക്കണ്ടേ? ശരി ശരി ശ്രീ അപ്പോൾ അതിനെ ജ്യോതി, ഞാൻ സംബന്ധിച്ച് ഇടപെടട്ടെ. നിങ്ങൾ രണ്ടുപേർ മറുപടി- മാത്രമേ സംസാരിച്ചുള്ളൂ. 10-15 മിനിറ്റുകൾ കഴിയുകയും ചെയ്യുകയാണ്. എൻ ശ്രീകുമാർ, ഞാൻ ആവർത്തിച്ച രണ്ടുപേരോടും അങ്ങേക്ക് മുൻപ് സംസാരിച്ച രണ്ടുപേരോടും ചോദിച്ചത് ഇപ്പോൾ ഇന്നൊക്കെ സംസ്ഥാനത്ത് നടക്കുന്ന കലാപത്തെക്കുറിച്ചാണ്. നമ്മുടെ ചർച്ചയുടെ ഒരു ശ്രദ്ധയും അതിൽ തന്നെയാണ്. പക്ഷേ രണ്ടുപേരും കുറച്ച് പഴയ കാര്യങ്ങളും രാഷ്ട്രീയ ആരോപണങ്ങളും ഒക്കെയാണ് സംസാരിച്ചത്. ഇപ്പോഴത്തെ പുതിയ കാര്യങ്ങൾ കൂടി സംസാരിച്ചു. എങ്കിലും ഇപ്പോൾ നോക്കൂ, കോൺഗ്രസിനും CPM-നും സമാനമായ ഉത്തരവാദിത്തമാണ് സംസ്ഥാനത്ത് ഇന്നലെ രാത്രിയും ഇന്നും ഒക്കെ നടന്ന അക്രമ സംഭവങ്ങളിൽ. പക്ഷേ അതിൽ നിന്നൊരു തിരുത്ത് തലമുതിർന്ന നേതാക്കളിൽ നിന്ന് ആരിൽ നിന്നും ഉണ്ടാകുന്നില്ല. ഒരു ഭംഗിക്ക് അക്രമം കാണിക്കരുത് എന്നൊക്കെ പറയുമ്പോഴും പ്രതിരോധിക്കും, അത് സ്വാഭാവികമല്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് KPCC പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ആരാണ് നിയന്ത്രിക്കുക ഈ അണികളെയൊക്കെ? മാധു, ഇതിൽ 2-3 കാര്യങ്ങൾ വളരെ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, ഇവിടെ ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. ഇടതുപക്ഷത്തിൻ്റെ മുഖ്യമന്ത്രി ഭരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാക്കൾക്ക് സംരക്ഷണം കൊടുക്കേണ്ട ബാധ്യത ആ മുഖ്യമന്ത്രിക്കുണ്ട്. ഇന്നലെ കോടിയേരി ബാലകൃഷ്ണനും അതൊരു ഇ പി ജയരാജനും പറഞ്ഞത് മുഖ്യമന്ത്രിക്കുള്ള സംരക്ഷണം പാർട്ടി പ്രവർത്തകർ ഏറ്റെടുക്കേണ്ടി വരുമെന്നാണ്. അതിൻ്റെ അർത്ഥം ഇവിടുത്തെ പോലീസ് സംവിധാനം മെച്ചമല്ല എന്നുള്ളതായിരിക്കണമല്ലോ. ഇന്ന് രാവിലെ പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് 3 DYFI പ്രവർത്തകർ ചെല്ലുന്നു. അവരെ പിടിച്ചതിന് ശേഷം മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് അതിനുള്ളിൽ പോയതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവർ പറയുന്നു, ഞങ്ങൾ പ്രതിഷേധിക്കാൻ പോയതാണ്, ഞങ്ങൾ പോകുന്നത് പോലീസ് കണ്ടുവെന്ന് അവർ പറയുകയാണ്. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇത് കേരളത്തിൽ പ്രതിപക്ഷം എന്ന് പറയുന്ന സാധാരണ രീതിയിൽ അധികാരമില്ലാത്ത ഒരു വിഭാഗമാണ്. ക്യാബിനറ്റ് റാങ്കുള്ള ഒരാളാണ് പ്രതിപക്ഷ നേതാവ്. ആ പ്രതിപക്ഷ നേതാവിന് സംരക്ഷണം കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അത് തുറന്നു പറയണം. കാരണം രാഷ്ട്രീയമായിട്ട് CPM ചിലതെല്ലാം നേരിടുകയാണെങ്കിൽ നേരിടട്ടെ. അതിനുദാഹരണം ഞാൻ പറയാം, ഇന്ന് എറണാകുളം DCC ആഫീസിൽ അവിടുത്തെ പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു പോലീസ് ഇവിടെ വേണ്ടാന്ന്. കാരണം പ്രതിപക്ഷ നേതാവിന് സംരക്ഷണം കൊടുക്കാൻ പറ്റാത്ത ഒരു പോലീസ് ഒരു പാർട്ടി ഓഫീസിന് മുമ്പിൽ എന്തിനാണ് വെറുതെ കാത്തുകെട്ടി കിടക്കുന്നതെന്നാണ് അതിനർത്ഥം. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങളിന്ന് ശ്രദ്ധിച്ചോ, ഇന്നത്തെ CPM-ൻ്റെ ഇന്നത്തെ പ്രഖ്യാപനങ്ങൾ എന്താണ്? അവരിന്ന് അവരുടെ മാധ്യമങ്ങളിലൂടെ പ്രസ്താവിച്ചത് എന്താണ്? മാധ്യമങ്ങൾക്കെതിരെയാണ്. മാധവ് ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. മാധ്യമരംഗം ജനാധിപത്യ വിരുദ്ധമാക്കാൻ നീക്കം എന്നാണ് CPM-ൻ്റെ ഇന്നത്തെ പാർട്ടി പത്രത്തിലെ വാർത്ത. ഇനി അതുമാത്രമല്ല, അത് പാർട്ടി പത്രത്തിൽ ആരാ പറഞ്ഞിരിക്കുന്നത്? പുരോഗമന കലാസാഹിത്യ സംഘം. മാധ്യമങ്ങളാണോ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്? രണ്ടാമത്തെ കാര്യം, വിമാനത്തിലും പ്രതിഷേധം എന്ന് മാധ്യമങ്ങൾ കൊടുത്തു എന്നാണ് CPM പറയുന്നത്. വിമാനത്തിൽ പ്രതിഷേധം ഉണ്ടായില്ലേ? അത് മാധ്യമങ്ങൾ കൊടുക്കണ്ടേ? ഇതാണ് ഇന്നത്തെ CPM-ൻ്റെ ഇന്നത്തെ പ്രധാനപ്പെട്ട 2 സന്ദേശങ്ങൾ. ഇനി നിങ്ങൾ വേറൊരു കാര്യം ആലോചിക്കൂ, നമ്മുടെ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് പ്രതികരിക്കാതെ മാറി നടക്കുന്നത്? മുഖ്യമന്ത്രി പ്രതികരിച്ചാൽ തീരാവുന്ന പല പ്രശ്നങ്ങളുണ്ട് ഈ നാട്ടിൽ. അദ്ദേഹം തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ 4,00,000-ലധികം വോട്ടിന് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി തോറ്റ ശേഷം ഇന്നേവരെ വേണ്ടിയിട്ടില്ല. ഇന്ന് വിളപ്പശാലയിലെ പരിപാടിക്ക് മാധ്യമങ്ങളെ ഒഴിവാക്കി. അപ്പോൾ എന്താണ് അദ്ദേഹം മാധ്യമങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നടക്കുന്നത്? ശ്രീ പ്രേംകുമാർ ഇവിടെ വല്ലാതെ പ്രസംഗിച്ചല്ലോ. ജനാധിപത്യത്തിൽ മാധ്യമങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. മാധ്യമങ്ങളോട് ഒരുപാട് വട്ടം സംസാരിച്ചിരുന്ന മുഖ്യമന്ത്രിക്ക് ഇപ്പം നാവനങ്ങുന്നില്ല. എന്താ കാരണം? എന്നിട്ട് മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുക. വിമാനത്തിൽ പ്രതിഷേധം എന്ന് പറയാൻ പാടില്ലായിരുന്നു. CPM-ന്റെ മാധ്യമ നയം എന്ത് എന്നുള്ളതല്ലല്ലോ നമ്മുടെ വിഷയം. അതങ്ങനെ പറഞ്ഞു തീർക്കട്ടെ. അതിൽ വലിയ പരാതിക്കും പരിഭവത്തിനും ഒന്നും ഇടമില്ല. അങ്ങ് പറഞ്ഞു വന്നത് പൂർത്തിയാക്കുമെങ്കിൽ. അതായത് ഞാൻ പറഞ്ഞ ഞാൻ പറയുന്ന ആ വിഷയമാണ്. ഇപ്പോൾ ഇന്ന് മാധ്യമങ്ങളോട് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നെങ്കിൽ മാധു എന്താ ഞാൻ പറയുമ്പോൾ എന്താണ് അസ്വസ്ഥത കാണിക്കരുത്. അതായത് തൃക്കാക്കര തെരഞ്ഞെടുപ്പ് നടന്ന ശേഷം അവിടെ തോറ്റില്ലേ? എന്തുകൊണ്ട് തോറ്റു എന്ന് പറയേണ്ട ബാധ്യത മുഖ്യമന്ത്രിക്കില്ല ജനങ്ങളോടെ? അദ്ദേഹം പറഞ്ഞുവോ? അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇതുവരെ പ്രതികരിക്കൂ മുഖ്യമന്ത്രി. പ്രതികരിക്കുമ്പോൾ പ്രശ്നം തീരും. ഇന്നലെ അദ്ദേഹം പ്രതികരിച്ചു. വൈകിട്ട് വിമാനത്തിനുള്ളിൽ നടന്ന വിഷയത്തെക്കുറിച്ച് അദ്ദേഹം പ്രതികരിച്ചു. അത് സ്വന്തം കാര്യമാണ്. ഇന്ന് പ്രതിപക്ഷ നേതാവിനെ ആക്രമിച്ചല്ലോ. എന്താ പ്രതികരിക്കാതിരുന്നേ? ഇടതുമുന്നണി കൺവീനറോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ചെയ്യാൻ പാടില്ല എന്ന്. ചെയ്ത ശേഷം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതാണോ സത്യം? ഇന്നലെ രാത്രിയിൽ എന്താ അവർ പറഞ്ഞത്? ഞങ്ങൾ പ്രതിപക്ഷ നേതാവിനെയും KPCC പ്രസിഡന്റിനെയും പുറത്തിറങ്ങാൻ അനുവദിക്കില്ലെന്ന്. അപ്പോൾ ഇന്ന് രാവിലെ പുറത്തിറങ്ങാൻ അനുവദിക്കില്ല എന്നുള്ള വ്യക്തമായല്ലോ. പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിക്ക് മുമ്പിൽ പോലീസുണ്ട്. ആ പോലീസ് ഉണ്ടായിട്ടും 3 DYFI പ്രവർത്തകർ കടന്നു. അതിൽ 3 പേരെയും പിടിച്ചു. 2 പേരെ പോലീസ് വിട്ടു. ഒരാളെ പ്രതിപക്ഷ നേതാവിൻ്റെ സ്റ്റാഫ് പിടിച്ചു വെച്ചുകൊണ്ട് കാര്യങ്ങൾ അറിയാൻ സാധിച്ചു. ഇതാണോ സംവിധാനം? ഇതാണോ നടക്കുന്നത് നാട്ടിൽ? ഇനി മറ്റൊരു കാര്യം, ഇന്നിപ്പോൾ സ്വപ്നയുടെ ചില വെളിപ്പെടുത്തലുണ്ട്. ഈ വെളിപ്പെടുത്തൽ കൂടി വന്ന സ്ഥിതിക്ക് നാളത്തെ അവസ്ഥ എന്താവും? ഇതിപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ഇതൊക്കെ മാറ്റി നിർത്തണം.
സ്വർണ്ണക്കേസും ചെമ്പ് പാത്രവും ഓട്ടച്ചെമ്പും എല്ലാം മാറ്റി നിർത്തണം. പക്ഷേ മാറ്റാൻ പറ്റില്ല. ഇന്ന് സ്വപ്ന പറഞ്ഞിരിക്കുന്നത് ഐ ആം ബ്ലെസ്ഡ് വിത്ത് അനദർ കേസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ മറ്റൊരു കേസുമായിട്ട് അനുഗ്രഹം, ഒരു പരിഹാസമല്ലേ അത്? ഇത് നാളെ തുടരില്ലേ? അപ്പോൾ ജനങ്ങൾക്കൂടെ പുറത്തിറങ്ങാൻ പറ്റുമോ? നാളെ മുഖ്യമന്ത്രിക്ക് ഭൂമിയിലൂടെ കൂടെ പോവാം. ആകാശത്ത് പോയപ്പോൾ പിടിച്ചു, അതാണ് നാണക്കേടായത്. ആകാശത്തും ഭൂമിയിലും രക്ഷയില്ലാത്തൊരു മുഖ്യമന്ത്രി നടക്കുമ്പോൾ പാർട്ടിക്ക് നാണക്കേടായി. അവിടെയാ പ്രശ്നം. 2 യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചതല്ല, ഭൂമിയിൽ യാത്ര ചെയ്യാൻ നിവർത്തിയില്ല, ആകാശത്ത് യാത്ര ചെയ്യാൻ നിവർത്തിയില്ല. 36,000 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തു എന്നാണ് പറഞ്ഞത്. പ്രതിഷേധത്തിന് സമയവും കാലവും ഒന്നുമില്ല. പ്രതിഷേധിക്കേണ്ട സമയത്ത് പ്രതിഷേധിക്കും. അത് പ്രതിഷേധം എന്ന് പറഞ്ഞാൽ അത് പ്രതിഷേധമാണ്. ഇന്ന് CPM-ൻ്റെ ഒരു കാര്യം കൊണ്ട് പറഞ്ഞ് ഞാൻ നിർത്താം. അവരുടെ പത്ര ഉപദേശകൻ ശ്രീ പ്രഭാവർമ്മ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് പാർട്ടി പത്രത്തിൽ. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, മുഖ്യമന്ത്രിക്ക് സുരക്ഷ കൊടുക്കണ്ടേ, കൊടുത്തില്ലെങ്കിൽ ജനങ്ങൾ ഇറങ്ങും. ജനങ്ങൾ ഇറങ്ങിയാൽ എന്താ ഉണ്ടാവുക? ബലികുടീരങ്ങൾ ഉണ്ടാകും. ആ ബലികുടീരങ്ങൾ ഉണ്ടാവാതിരിക്കണമെങ്കിൽ സുരക്ഷ വേണ്ടേ? സുരക്ഷ വേണ്ടെന്ന് ആരും പറയുന്നില്ല. പക്ഷേ സുരക്ഷ എന്ന് പറഞ്ഞത് ജനങ്ങളുടെ സുരക്ഷ കൂടെ കണക്കാക്കിയിട്ടാകണം. അപ്പോൾ ഇന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നാളെ ജനങ്ങളുടെ അവസ്ഥ എന്താവും? ആശുപത്രിയിൽ പോകാൻ കഴിയുമോ? ബസ്സിൽ പോകാൻ കഴിയുമോ? ട്രെയിനിൽ പോകാൻ കഴിയുമോ? ഇനി വിമാനത്തിൽ പോകാൻ കഴിയുമോ? പോകാൻ പറ്റുമോ സാധാരണ പൗരന്? ശ്രീ വി കെ സനോജ്, ശ്രീ അങ്ങ് കുറച്ച് താമസിച്ചാണ് ഈ ചർച്ചയിലേക്ക് എത്തിയത്. ശ്രീ ജ്യോതികുമാർ ചമക്കാല ചൂണ്ടിക്കാണിക്കുകയായിരുന്നു ഇന്നലെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം. അതായത് അങ്ങും ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ, ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നേരെ വിമാനത്തിൽ പ്രതിഷേധം ഉയരുന്ന സമയത്തൊന്നും അത്ര പെട്ടെന്ന് അടുത്തൊന്നും ആയിരുന്നില്ല CPM-ന്റെ ഭാഗത്തു നിന്ന് വലിയ തോതിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ സമയത്ത് പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. പക്ഷെ അതിനിടയിൽ EP ജയരാജനെ കേരളത്തിലെ മാധ്യമങ്ങൾ ബന്ധപ്പെടുകയുണ്ടായി. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഇവർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ മുഖ്യമന്ത്രി എവിടെയെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രി പോയി കഴിഞ്ഞുവല്ലോ എന്നാണ്. അങ്ങനെ ഒരു പ്രതികരണം EP ജയരാജൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയുണ്ടായി. ഇപ്പോൾ നമുക്ക് ഈ FIR-ൻ്റെ കോപ്പി നമ്മുടെ കയ്യിലുണ്ട്, റിമാൻഡ് റിപ്പോർട്ടിൻ്റെ കോപ്പിയൊക്കെ ഉണ്ട്. അതിലൊക്കെ പറയുന്നത് മുഖ്യമന്ത്രിക്ക് നേരെ നിന്നെ ഞങ്ങൾ വെച്ചേക്കില്ലടാ എന്ന് പറഞ്ഞുകൊണ്ട്, എന്ന് ആക്രോശിച്ചുകൊണ്ട് പാഞ്ഞെടുത്ത് മുഖ്യമന്ത്രിയെ ആക്രമിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് ശ്രീ EP ജയരാജൻ ഇന്നലെ ആ സംഭവം വിശദീകരിച്ചതും. അതായത് ആ സംഭവം ഉണ്ടായി പെട്ടെന്ന് തന്നെ വിശദീകരിച്ചതും പിന്നീട് ഈ പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ശ്രീ EP ജയരാജൻ ആദ്യം പറഞ്ഞത് വിശ്വാസത്തിലെടുക്കുകയാണെങ്കിൽ ഈ FIR-ഉം റിമാൻഡ് റിപ്പോർട്ടും അതിലെ ആരോപണങ്ങളും ഒന്നും വിശ്വസിക്കാൻ കഴിയില്ല. ഇതൊക്കെ വിശ്വസിക്കുകയാണെങ്കിൽ ശ്രീ EP ജയരാജൻ ആദ്യം നടത്തിയ പരാമർശം വിശ്വസിക്കാൻ കഴിയില്ല. ഏതാണ് വിശ്വസനീയം? അല്ല, ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള കൺവീനർ EP ജയരാജൻ ഇന്ന് പത്രക്കാരെ കണ്ടല്ലോ. മാധ്യമപ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. വളരെ വിശദമായി തന്നെ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവിടെ. കാരണം EP ജയരാജൻ അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ അക്രമകാരികൾ മുഖ്യമന്ത്രിയുടെ നേരെ പാഞ്ഞെടുക്കുമായിരുന്നു. അപ്പം മുഖ്യമന്ത്രി പിറകിലായുള്ളതല്ലേ പറഞ്ഞത്. അപ്പം മുൻഭാഗത്തുകൂടി വരുന്ന അവസരത്തിലാണ് EP ജയരാജനായിരുന്നു കുറച്ച് 2-3 സീറ്റ് പിറകിലുണ്ടായിരുന്നത്. അപ്പോൾ EP ജയരാജൻ എഴുന്നേറ്റ് ഈ ആക്രമിക്കാൻ വന്ന സംഘത്തെ അവിടെ നിന്ന് മാറ്റുന്നതല്ലാണ് ഉണ്ടായത്. അപ്പോൾ അതിനകത്ത് എന്താണ് EP ജയരാജൻ അന്ന് പറഞ്ഞത് ഇപ്പോൾ പറയുന്ന വ്യത്യാസം എന്താ എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ എന്താണ് പറഞ്ഞത്? അങ്ങേക്ക് ശബ്ദം കേൾക്കണമെങ്കിൽ അത് കേൾക്കാം, സംശയത്തിനിടയില്ലാതെ കേൾക്കാം. അതൊന്ന് കേൾക്കാമോ പ്രൊഡ്യൂസർ? ഒന്ന് കേട്ടതിന് ശേഷം വരാം ശ്രീ വി കെ സനോജ്. ലാൻഡ് ചെയ്തു. മുഖ്യമന്ത്രി മുമ്പ് ഇറങ്ങി അദ്ദേഹം വാഹനത്തിലേക്ക് പോയി. ഞങ്ങൾ അതിന്റെ കുറച്ചുകൂടി മുമ്പിലാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ എഴുന്നേറ്റ് എന്റെ ബാഗ് എടുക്കുമ്പോണ്ട് മുമ്പ് 2-3 ആള് കൂടിച്ച് തമ്മ പിടിച്ച് കെട്ടി മറിഞ്ഞ് യൂത്ത് പറയാൻ കഴിയുന്നില്ലെന്ന്. മുഖ്യമന്ത്രി ഇറങ്ങി പോയിരിക്കുന്നത് മുഖ്യമന്ത്രി ഇല്ല. മുഖ്യമന്ത്രി പോയി കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങേക്ക് വ്യക്തമായോ? ഇല്ലല്ല, മുഖ്യമന്ത്രി പോയി കഴിഞ്ഞ ശേഷം ഉണ്ടായിരുന്ന സംഭവത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അതെ, മുഖ്യമന്ത്രി ഫ്ലൈറ്റിനകത്ത് ഉള്ളപ്പോഴാണ് ഈ സംഘം പാഞ്ഞെടുത്തത്. അത് ഇവർ തന്നെ പുറത്തുവിട്ടിയ ഒരു വീഡിയോ ശകലത്ത് കാണുന്നുണ്ടല്ലോ. അതിനകത്ത് EP ജയരാജൻ ഫ്ലൈറ്റിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നതും മുഖ്യമന്ത്രിക്ക് നേരെ അങ്ങോട്ട് ഈ സംഘം പോകുന്നതും കാണുന്നുണ്ടല്ലോ. പിന്നെ ആർക്കെതിരായ പ്രതിഷേധം? EP ജയരാജനെതിരായ പ്രതിഷേധം എന്നാണോ നിങ്ങൾ പറയുന്നത്? EP ജയരാജനെതിരായ പ്രതിഷേധമാണ്. പിന്നെ EP ജയരാജനല്ലേ ആ ഘട്ടത്തിൽ അവിടെ ഉണ്ടായത്. EP ജയരാജനെയും തട്ടിമാറ്റിയിട്ട് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് കുതിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ ആളുകളെ കാണുന്നത്. EP ജയരാജനെ തട്ടിമാറ്റാൻ വേണ്ടി ശ്രമിച്ച് മുന്നോട്ട് പോകുന്നതാണ് കാണുന്നത്. നിങ്ങൾ അതിന്റെ സാങ്കേതികത്തെ കുറിച്ചാണോ, അന്ന് പറഞ്ഞ കാര്യത്തെ കുറിച്ചാണോ ഇവിടെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ടത്? ഇവിടെ ചർച്ച ചെയ്യേണ്ടത് വളരെ ഗൗരവമായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, കേരളത്തിന്റെ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മുഖ്യമന്ത്രിക്ക് നേരെ അതീവ സുരക്ഷാ മേഖലയിൽ കയറിയിട്ട് അക്രമം സംഘടിപ്പിക്കുന്നു. ഇവിടെ ജനാധിപത്യ പ്രതിഷേധത്തിന് മറ്റൊരുപാട് സ്ഥലങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് കോൺഗ്രസ്, എനിക്ക് തോന്നുന്നു അവിടെ യൂത്ത് കോൺഗ്രസിന്റെ ഈ മട്ടന്നൂർ മണ്ഡലത്തിലെ 3 ഭാരവാഹികൾ ചേർന്ന് തീരുമാനിച്ച കാര്യമല്ലേ ഇത്? വളരെ ആസൂത്രിതമായിട്ടുള്ളൊരു ഇടപെടൽ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് 36,000 രൂപ ചെലവിട്ട്
ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ഈ ഗുണ്ടകളെ അയക്കുകയാണ്. ശരിയാണ്. അപ്പൊ അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ അങ്ങ് താമസിച്ചു വന്നുകൊണ്ടായിരിക്കും ആ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. ഇല്ല, ശ്രീ പ്രേംകുമാറും ശ്രീ ജ്യോതികുമാർ ചമക്കാലയും ഞാനും ശ്രീ എൻ ശ്രീകുമാറും ഒക്കെ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ച് വരികയായിരുന്നു. അങ്ങ് കുറച്ച് താമസിച്ചുകൊണ്ടാണ് അത് കേൾക്കാതെ പോയത്. അതായത് ശ്രീ ഇ പി ജയരാജനോട് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെയാണോ ഇവർ പാഞ്ഞു ചെന്നത് എന്ന്. അല്ല, മുഖ്യമന്ത്രി പോയി കഴിഞ്ഞില്ലേ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പിന്നീട് പക്ഷേ കാര്യങ്ങൾ മാറി മറിയുന്നു, മുഖ്യമന്ത്രിക്ക് നേരെ ആക്രമണം എന്ന് പറയുന്നു. നോക്കൂ, ഇന്നലെ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ശ്രീ വി കെ സനോജ് അടക്കം കേട്ടിട്ടുണ്ടായിരിക്കും, മുഖ്യമന്ത്രിക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായി എന്ന വാർത്തകൾ വരുന്ന സമയത്തും CPM-ന്റെ ഭാഗത്തുനിന്ന് വലിയ പ്രതികരണം വരുന്ന സമയത്തുമൊക്കെ നമ്മൾ അത് അംഗീകരിക്കാൻ കഴിയാത്തതാണ് എന്ന തരത്തിൽ തന്നെയാണ് നമ്മൾ ആ വാർത്തകളെ കൈകാര്യം ചെയ്തത്. നേരത്തെ ശ്രീ പ്രേംകുമാർ പറയുകയായിരുന്നു, ഇതിൻ്റെ പിന്നീടും ആ വാർത്തയിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ നമ്മളത് അംഗീകരിക്കേണ്ടതെന്ന്. അപ്പോൾ അങ്ങനെ അംഗീകരിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. ഈ ആദ്യം മാധ്യമങ്ങൾക്ക് കിട്ടിയ പ്രതികരണത്തിൽ ശ്രീ ഇ പി ജയരാജൻ കൃത്യമായി പറയുന്നുണ്ട്, മുഖ്യമന്ത്രി പോയി കഴിഞ്ഞില്ലേ, അതിനുശേഷമാണല്ലോ എന്ന് പറയുന്നത്. അത് വേണമെങ്കിൽ ഞാൻ ഇനിയും കേൾപ്പിക്കാൻ തയ്യാറുമാണ്. അല്ലല്ല, ഞാൻ പറയട്ടെ, അതായത് മുഖ്യമന്ത്രിക്ക് എതിരായിട്ടല്ല പ്രതിഷേധം എന്നാണോ നമ്മൾ പറയുന്നത്? അല്ല, എന്താണ് ഈ നിങ്ങളുടെ ഈ പറയുന്ന വാർത്തയിൽ കൂടി ജനങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? മുഖ്യമന്ത്രി ആ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ ആളുകൾ പ്രതിഷേധിക്കാൻ കയറിയത്. അത് ശരിയാണ്. ഈ മുഖ്യമന്ത്രിക്കെതിരായിട്ടാണ് അവർ പാഞ്ഞെടുത്തത്. അതാണ് ഇ പി ജയരാജൻ തടസ്സപ്പെടുത്തിയത്. ഈ കാര്യങ്ങളെല്ലാം വളരെ ആർക്കാ ബോധ്യമില്ലാത്തത്? ഇതൊന്നും ബോധ്യപ്പെടാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. ഇ പി ജയരാജൻ തടഞ്ഞത് മുഖ്യമന്ത്രിക്ക് നേരെ ഈ യൂത്ത് കോൺഗ്രസിന്റെ ഗുണ്ടകൾ പാഞ്ഞെടുക്കുമ്പോഴാണ്. അതിലൊന്നും ഒരു തർക്കമില്ല. അതുമായി ബന്ധപ്പെട്ട കേസ് തന്നെയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ശരി, മുഖ്യമന്ത്രി ഉള്ളത് കൊണ്ടാണ് ആ വാഹനത്തിൽ അവർ കയറിയത് എന്നും ആ വിമാനത്തിൽ അവർ കയറിയതെന്നും പ്രതിഷേധം ഉയർത്തിയതും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ശ്രീ ജ്യോതികുമാർ ചമക്കാല, കോൺഗ്രസ് അടക്കം ഇന്നലെ മുതൽ ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ്. അതിന് ശ്രീ വി കെ സനോജിന്റെ വാദം കൃത്യമാണെങ്കിൽ സനോജിന്റെ ഭാഗം അംഗീകരിച്ചുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ഈ പ്രവർത്തകർ അവിടുന്ന് എഴുന്നേറ്റ് മുഖ്യമന്ത്രി ലക്ഷ്യമാക്കി പോയി. ശരി, പോയി, അദ്ദേഹം വാഹനത്തിൽ കയറി പോയി എന്നാണ് ഇ പി ജയരാജൻ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അതിൻ്റെ ശരിതെറ്റുകൾ അവിടെ നിൽക്കട്ടെ, പോയി എന്ന് അദ്ദേഹം ആദ്യം സമ്മതിച്ചിട്ടുള്ളതാണ്. ഇവിടെ എവിടെയാണ് മുഖ്യമന്ത്രിയെയോ ഗൺമാനെയോ ഇവർ കൈകാര്യം ചെയ്യുകയോ ദേഹത്ത് തൊടാനോ, ഗൺമാനെ പിടിക്കുകയും ഗൺമാനെ കൊല്ലാൻ ശ്രമിച്ചു എന്നും പറയുന്നുണ്ട്. ഗൺമാനാണല്ലോ പരാതി കൊടുത്തിരിക്കുന്നത്. ഗൺമാനുമായി അവർ നേരിട്ട് കണ്ടിട്ടുണ്ടോ? കാണാൻ പോലും കഴിഞ്ഞിട്ടില്ലല്ലോ. കാരണം അവിടെ ഇ പി ജയരാജൻ അവിടെ വെച്ച് തടഞ്ഞല്ലോ, അതിനുശേഷം അവരെ തള്ളി വീഴ്ത്തുകയായിരുന്നല്ലോ. പിന്നെ ഈ ഗൺമാൻ എന്തിൻ്റെ പേരിലാണ് പരാതി കൊടുത്തത്? എങ്ങനെയാണ് ഗൺമാൻ പരാതിക്കാരനാവുന്നത്? ഗൺമാൻ്റെ കഴുത്തിന് പിരിച്ച് പറയുന്ന കേൾക്കുമ്പോൾ തന്നെ അറിയാം, നമ്മളതിൻ്റെ വിഷ്വൽസ് കണ്ടതാണ്, ഗൺമാനും പിയുടെയൊക്കെ. അപ്പോൾ ഈ ഇത്തരം തട്ടിപ്പുകൾ അതെന്നും CPM-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതാണ്. ഇത്തരത്തിലുള്ള പോലീസും കേസും അത് പറഞ്ഞാൽ പോരല്ലോ. അത് ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ്? അവിടെയാണ് ഞാൻ ആദ്യം മുതൽ ആവർത്തിക്കുന്നത്, പ്രതിഷേധം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ വേണ്ടി അയക്കുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കണമായിരുന്നു. കേസ് വന്നിട്ട് പിന്നെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഗവൺമെന്റ് ആക്രമിച്ചോ, ഗവൺമെന്റ് തൊട്ടോ, കേസിനെ അങ്ങനെ ജനാധിപത്യപരമായ രീതിയിൽ കേസാണ്, നിയമവഴിയാണ് അതിന്റെ മാർഗം. ഞങ്ങൾ നിയമപരമായി നേരിടുന്നേ. നിയമപരമായി നേരിടുന്നതിനെ ഞങ്ങൾ പറയുന്നത്. നേരിടുന്നതിന് പകരം നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടെന്താ കാര്യം? സമയമായിരുന്നു, അദ്ദേഹം പൂർത്തിയാക്കട്ടെ. അല്ലല്ല, ഞാൻ പറയുന്നത് നിയമപരമായി നേരിടുന്ന കാര്യത്തെ കുറിച്ച് പറയുമ്പോഴല്ലേ അദ്ദേഹം പറയുന്നത് 100 മീറ്റർ അപ്പുറമായിരുന്നു, ഗവൺമെന്റ് അടുത്ത് പോയിട്ടില്ല, അങ്ങനെയൊക്കെ പറയേണ്ട കാര്യം എന്താണ്? മുഖ്യമന്ത്രി ആക്രമിക്കാൻ വേണ്ടിയിട്ട് സംഘം എത്തി, അതുമായി ബന്ധപ്പെട്ട പ്രശ്നം അവിടെ ഉണ്ടായി, അത് യാഥാർത്ഥ്യമല്ലേ? ശരി, ശ്രീ ജ്യോതികുമാർ ചമക്കാല, ഇല്ല. അപ്പോൾ ഇവിടെ മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ഞങ്ങൾ കേസ് നേരിട്ടോളാം. ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഞങ്ങളൊക്കെ കേസ് പ്രതിയാവുന്നത്. സനോജ് കേസ് പ്രതിയായിട്ടില്ലേ? എത്രയോ കേസിൽ പ്രതിയായിട്ടുണ്ട്, ഞാനും കേസ് പ്രതിയായിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികമാണെന്നേ. അതൊക്കെ സംഘടന രംഗത്ത് നിൽക്കുമ്പോൾ ഞങ്ങൾ കേസിൽ നേരിടും. ഇവിടെ ഞാൻ ചോദിച്ച ഒറ്റ ചോദ്യം, ആ വിഷ്വൽസ് നമ്മുടെ മുമ്പിലുണ്ട്. ഏതെങ്കിലും യാത്രക്കാർ പറഞ്ഞ മുഖ്യമന്ത്രി അടുത്തെത്തിന്ന് ഈ ഗൺമാനെ കണ്ടുവെന്ന്, ഗൺമാനെ പിടിച്ചുവെന്ന്, തൊട്ടുവെന്ന്? ഇല്ല. ആകെപ്പാടെ സംഭവിച്ചു അവർ എഴുന്നേറ്റ് പ്രതിഷേധം വിളിച്ചു, അവരെ ഇ പി ജയരാജൻ മാരകമായി പിടിച്ച് തള്ളി. ഇതിനപ്പുറത്തേക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് പബ്ലിക്കിനറിയാം, പൊതുസമൂഹത്തിനറിയാം. എങ്ങനെയൊക്കെ കേസ് ഈ സർക്കാരിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ആഭ്യന്തര കൈവച്ചുകൊണ്ട് ചെയ്താലും ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഒന്നുണ്ട്, DYFI ഉൾപ്പെടെ പറയുന്നത്, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ പറയുന്നത്, പോലീസിൻ്റെ സുരക്ഷ ഇനി മുഖ്യമന്ത്രിക്ക് ആവശ്യമില്ല, പാർട്ടി സുരക്ഷ കൊടുത്തോളാമെന്നാണ്. എന്തൊരാവേശത്തോടെയാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും DYFI-യുടെ സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ പറയുന്നത്? അതിൻ്റെ അർത്ഥം എന്താ? പിണറായി വിജയൻ എന്ന ആഭ്യന്തരമന്ത്രിയെ പോലും സംരക്ഷിക്കാൻ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിന് കഴിയുന്നില്ല, ഇവിടുത്തെ പോലീസിന് കഴിയുന്നില്ല എന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറയല്ലേ? അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുന്നത് എന്തിനെ സംബന്ധിച്ചാണ്? ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല, അതൊക്കെ പാർട്ടി വ്യക്തമാക്കട്ടെ, ഞാൻ കേൾക്കുന്നവർക്ക് ബോധ്യപ്പെടും. സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പ് പരാജയമാണെന്നും പാർട്ടി ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ സംരക്ഷണം ഏറ്റെടുക്കുകയാണെന്നും പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയുന്ന ഗതികേടിലേക്ക് എത്തിയിരിക്കുന്നു. ചരിത്രത്തിലാദ്യമായിട്ടല്ലേ? ഇവിടെ ഇന്നലെ നടന്നിട്ടുള്ളത് എന്തൊക്കെയാ? KPC ഓഫീസ് ആക്രമിക്കുന്നു, ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ അടിച്ചു തകർക്കുന്നു,
തീ വയ്ക്കുന്നു, ബോംബെറിയുന്നു, DCC പ്രസിഡന്റ് വാഹനം ആക്രമിക്കുന്നു, പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് ചാടിക്കയറി അവിടെ ബഹളമുണ്ടാക്കുന്നു, അദ്ദേഹത്തെ ആക്രമിക്കാൻ ലക്ഷ്യമിടുന്നു, ശ്രീ A. K. ആന്റണി ഉൾപ്പെടെയുള്ളപ്പോൾ KPC ഓഫീസ് അതിക്രമിച്ച് കിടക്കുന്നു. ഇതൊക്കെ ഇന്നലെ നടന്നുകൊണ്ട് സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം ഞങ്ങളുടെ നിരവധി പാർട്ടി ഓഫീസുകൾ അടിച്ചു തകർക്കുന്നു. ഇവിടെ ഞാനൊന്നുകൂടെ ചോദിക്കട്ടെ, ഫ്ലൈറ്റിൽ വെച്ച് ഇങ്ങനെ പ്രതിഷേധിച്ചു, ആ പ്രതിഷേധത്തിന് നിയമപരമായി നിങ്ങൾ നേരിടൂ, നിങ്ങൾ കേസെടുത്തോളൂ, എന്ത് തരം കേസെടുത്തോളൂ, ഞങ്ങൾക്ക് സത്യം തെളിയിക്കാൻ ഞങ്ങൾക്ക് അവിടെ കഴിയും. നിയമപരമായിട്ടായിരുന്നു പ്രതിഷേധം. അവരെ സംബന്ധിച്ച് അവർ പ്രതിഷേധിക്കാൻ തന്നെ പോയതാണ്. അതിനകത്ത് നിയമവിരുദ്ധമായിട്ടുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്തിട്ടേ. CPM പ്രതിഷേധിക്കാൻ ഇറങ്ങിയതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ EP ജയരാജനെ കേസെടുക്കാത്ത എന്താ EP ജയരാജനെ കേസെടുക്കാത്ത ഈ നിമിഷം വരെ? CPM അല്ലല്ലോ കേസെടുക്കേണ്ടത്, പിന്നെ പോലീസല്ലേ? അതിന് അവിടെയാണ് CPM ഉം പോലീസും തമ്മിലുള്ള ബന്ധം. ഇതൊക്കെ എന്തിനാ അത് ഞാൻ പറയുന്നതിനെ കൊണ്ട് ഞാൻ തിരിച്ചു ചോദിക്കട്ടെ. ഈ വിമാനത്തിൽ നടന്നതിനെ സംബന്ധിച്ച് ചോദിക്കുന്നു. കുനാൽ കാംറ എന്ന് പറയുന്ന ആളിനെ അറിയാമോ? അദ്ദേഹം സ്റ്റാൻഡപ്പ് കൊമേഡിയനാണ്. അദ്ദേഹം അർണോബ് ഗോസ്വാമിയുമായി ബന്ധപ്പെട്ട് അർണോബ് ഗോസ്വാമിയോട് ചേർന്ന് ഒരേ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ അർണോബ് ഗോസ്വാമിയോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങൾ നിരന്തരമായി ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ആ ഒരൊറ്റ കാരണത്തിൻ്റെ പേരിൽ ഈ പറയുന്ന കുനാൽ കാംറയെ പിന്നെ ഇന്ത്യയിലെ ഡൊമസ്റ്റിക് വിമാനങ്ങൾ യാത്ര ചെയ്യുന്നതിൽ നിന്നും വിലക്കി. അന്ന് നമ്മുടെ CPMൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി എഴുതിയ ഒരു ട്വീറ്റുണ്ട്. ആ ട്വീറ്റ് അദ്ദേഹം ഇട്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഐഫോണിൽ നിന്നാണ്. 29/1/2020 രാത്രി 10:13 അദ്ദേഹത്തിൻ്റെ ഐഫോണിൽ നിന്നാണ്. ഞാൻ പ്രത്യേകം പറയാൻ കാരണം റിബ്രതോ ബാനർജി എന്ന് പറയുന്ന CPMൻ്റെ രാജ്യസഭാ MP പാർട്ടി സസ്പെൻഡ് ചെയ്തത് അദ്ദേഹം ഐഫോണും ഐവാച്ചും അതുപോലെ വില കൂടിയ പേനയും ഉപയോഗിച്ചതിൻ്റെ പേരിലാണ്. ഏതായാലും ആയിക്കോട്ടെ, ഞാനത് വിട്ടു. അദ്ദേഹം പറഞ്ഞ വാചകം എന്താണെന്നറിയാമോ? ജനാധിപത്യ അവകാശം, പൗരാവകാശം, അഭിപ്രായ പ്രകടനത്തിലുള്ള അവകാശം ഇവയെ ശ്വാസം മുട്ടിക്കുന്ന തീരുമാനം ധാർഷ്ട്യവും നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവും അധികാര ദുർവിനിയോഗവുമാണ്. ഇത് എഴുതിയിട്ടുള്ളത് CPMൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ്. മറ്റൊരാളോട് വിമാനത്തിൽ നിന്ന് അനിഷ്ടമായി സംസാരിച്ചതിൻ്റെ പേരിൽ അങ്ങനെയാണെങ്കിൽ EP ജയരാജനെ കുറിച്ച് എന്താണ് ശ്രീ സീതാറാം യെച്ചൂരിക്ക് പറയാനുള്ളത്? അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണ് എന്ന് കേൾക്കുവാൻ ഞങ്ങൾക്ക് ആകാംക്ഷയുണ്ട്, ഞങ്ങൾക്ക് അറിയാൻ അവകാശമുണ്ട്. അതിനപ്പുറത്തേക്ക് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇവിടെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിലേക്കൊക്കെ ഞാൻ ചോദിക്കുന്നത് 56 കാറും 1500 പോലീസിൻ്റെ അകമ്പടിയോടുകൂടി പുറത്തിറങ്ങി നടക്കുകയും വീട്ടിൽ കയറി കഴിഞ്ഞാൽ വീട്ടിനകത്തേക്ക് ഒരു ഈച്ചയെ പോലെയും കടത്തിവിടാതിരുന്ന മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും കൂടെ ചെന്ന് ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിലേക്ക് ഔദ്യോഗിക വസതിയിലേക്ക് എന്തിനാണ് ഈ DYFI ക്രിമിനലുകളെ പറഞ്ഞു വിടുന്നത്? പറഞ്ഞു വിട്ടപ്പോൾ എന്താ പറഞ്ഞേ? പ്രതിപക്ഷ നേതാവ് DYFIക്കെതിരായി പ്രസ്താവനകൾ ഇറക്കുന്നു. ഒരാൾ പ്രസ്താവന ഇറക്കിയാൽ നിങ്ങൾ വീട് കയറി ആക്രമിക്കുമോ? അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതി കയറി ആക്രമിക്കുമോ? എന്താ നിങ്ങൾ ജനാധിപത്യത്തെക്കുറിച്ച് ധരിച്ചിരിക്കുന്നത്? ഇടവേള. ശ്രീ പ്രേംകുമാർ, ശ്രീ ജ്യോതികുമാർ ചാമക്കാല ആരോപിക്കുകയായിരുന്നു മുഖ്യമന്ത്രിക്ക് പോലും സംരക്ഷണം കൊടുക്കാൻ ആഭ്യന്തര വകുപ്പിന് കഴിയുന്നില്ല എന്ന്. ഇതേ മുഖ്യമന്ത്രിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. 1000 പോലീസുകാരെ നിയോഗിക്കുന്നു, തലസ്ഥാനത്ത് 300 പോലീസുകാരെ നിയോഗിക്കുന്നു, കണ്ണൂരിൽ 500 പോലീസുകാരെ നിയോഗിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ. പക്ഷേ ആ 500 പേർക്കും 700 പേർക്കും 1200 പേർക്കും ഒന്നും മുഖ്യമന്ത്രിക്ക് സംരക്ഷണം കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ആക്കം അത്രത്തോളമാണ് എന്നുകൂടി വേണ്ടേ മനസ്സിലാക്കാൻ? മാധു, ഇത് അന്ന് നമ്മളൊക്കെ പറഞ്ഞിരുന്ന തമാശ പോലെ പറഞ്ഞിരുന്ന കാര്യമാണ്. അതായത് മുഖ്യമന്ത്രിക്കെതിരെ വളരെ വയലൻ്റായ പ്രതിഷേധങ്ങൾ നാട്ടിൽ മുഴുവൻ ഉണ്ടാവുകയും ഇനിയും ഉണ്ടാവുമെന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് ഉണ്ടാവുകയും ചെയ്യുമ്പം അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എവിടെയായിരുന്നാലും മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കുള്ള സുരക്ഷ വർദ്ധിപ്പിക്കുക. അപ്പം മുഖ്യമന്ത്രിക്ക് സുരക്ഷ വർദ്ധിപ്പിച്ചേ എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുക, നിലവിളിക്കുക. അതിനുശേഷം മുഖ്യമന്ത്രിക്ക് ഒരുവിധ സുരക്ഷയും അനുവദനീയമല്ലാത്ത ഒരു വിമാനത്തിനുള്ളിൽ കൃത്യമായ ക്രിമിനൽ, അതായത് നിലവിലുള്ള സകല നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് 3 പേർ കടന്നു കയറുന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പ്രതിഷേധം എന്ന് വിളിക്കുന്നു, അദ്ദേഹത്തെ അപായപ്പെടുത്തുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു. അതിനുശേഷം പറയാണ്, കണ്ടോ കേരളത്തിലെ പോലീസ് പരാജയപ്പെട്ടു എന്ന്. ഇങ്ങനെ മാറ്റി പറയുന്ന ആളുകളോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അത് കേൾക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാവുക എന്നുള്ളത് മാത്രമാണ്. ഇതിനേക്കാൾ കോൺട്രാഡിക്ഷനുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഇന്ന് ഡൽഹിയിൽ നടക്കുന്നത് എന്താണ്? ഒരു കേസിൽ 7 വർഷം 8 വർഷം പഴക്കമുള്ള ഒരു കേസിൽ രാഹുൽ ഗാന്ധിയെ വിളിപ്പിച്ചിരിക്കുന്നു. ED മൊഴിയെടുക്കാൻ വിളിപ്പിച്ചിരിക്കുന്നു. ലീഗൽ പ്രൊസീജിയറാണ്. ആ ദിവസം കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരടക്കം MP-മാരടക്കം ഡൽഹിയിൽ പോയിട്ട് ഭയങ്കര കുഴപ്പമുണ്ടാക്കാണ്. എൻ്റെ അഭിപ്രായമല്ല, നിങ്ങളുടെ ചാനൽ പോലും പറഞ്ഞ അഭിപ്രായം. അത് കാണുമ്പോൾ ആൾക്കാർക്ക് എന്താ തോന്നുക? ഇയാൾ എന്തോ കുറ്റം ചെയ്തിട്ടുണ്ട് എന്നല്ലേ? ഇവിടെ എന്താ സംഭവിക്കാന്നറിയോ? KT ജലീലിനെ ഇൻട്രോഗേറ്റ് ചെയ്യാൻ വേണ്ടി, സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി ED വിളിക്കുമ്പോൾ കോൺഗ്രസ്സുകാരാണ് സമരം ചെയ്യുക തെരുവിൽ. ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയെ വിളിക്കുന്ന സമയത്തും സമരം ചെയ്യുക കോൺഗ്രസ്സുകാരാണ്. നമുക്കിത് മനസ്സിലാവില്ല എന്നുള്ളതാണ്. ഇപ്പം വളരെ വളരെ സങ്കടമുള്ള ഒരു അവസ്ഥ, വളരെ ദയനീയമായ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, സോണിയാഗാന്ധിയേക്കാൾ പ്രിയപ്പെട്ട രീതിയിൽ, സോണിയാഗാന്ധി പറയുന്നതിനേക്കാൾ വിശിഷ്ടമായി
വളരെ പ്രാധാന്യത്തോടെ ഇവർ കേൾക്കുന്നത് സ്വപ്ന ഗാന്ധി പറയുന്ന കാര്യങ്ങളാണ്. സ്വപ്ന ഇന്ന് പറഞ്ഞത് കേട്ടോ, നാളെ കേരളത്തിൽ എന്താണ് സംഭവിക്കുക എന്നാണ് പറയുന്നത് കോൺഗ്രസ് നിരീക്ഷകൻ. സ്വപ്ന ഇന്നെന്താ പറഞ്ഞത്? 164 സ്റ്റേറ്റ്മെന്റിൽ സ്റ്റിക്ക് ഓൺ ചെയ്യും. ക്ലിഫ് ഹൗസിൽ വെച്ച് മുഖ്യമന്ത്രിയെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് രണ്ടും പണ്ട് പറഞ്ഞിരുന്ന കാര്യമാണ്. അത് മാത്രമല്ല, ഇവർ UDF കാലത്തെ സരിതയുടെ കേസും ഇതും കൂടി കമ്പയർ ചെയ്യുന്നതിനുള്ള പ്രശ്നം എന്താണെന്ന് അറിയോ? അത് ഒരു പരിധി വരെയെങ്കിലും പറയാമായിരുന്നു. സ്വർണ്ണക്കള്ളക്കടത്തിന്റെ സീസൺ 1-ൽ അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പാർട്ടിയും LDFും എടുത്ത നിലപാട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ആരാണെങ്കിൽ എത്ര വേണമെങ്കിൽ കൃത്യമായി അന്വേഷിക്കട്ടെ എന്നാണ്. ആ അന്വേഷണം കഴിഞ്ഞു. യാതൊരു തരത്തിലും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ഇതിന് ബന്ധമുള്ള ഒരു തെളിവുമില്ല എന്ന് ഈ ഏജൻസികളെല്ലാം, ED ഒഴികെയുള്ള ഏജൻസികളെല്ലാം കോടതിയിൽ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞു. ആ സ്റ്റേറ്റ്മെന്റിന്റെ കാര്യം ഞാൻ പറഞ്ഞത് 164ന്റെ കാര്യമല്ല. കസ്റ്റംസ് കോടതിയിൽ 2021 കൊടുത്ത സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് സരിത്ത് പറഞ്ഞിട്ടാണ് ബാഗിൽ കറൻസി ആണെന്ന് ഞാൻ അറിഞ്ഞതെന്നാണ്. കഴിഞ്ഞ ദിവസം ഇവര് മാധ്യമങ്ങളോട് പറഞ്ഞത്, 164 സ്റ്റേറ്റ്മെന്റ് എനിക്കറിയില്ല, ആർക്കും അറിയില്ല, മാധ്യമങ്ങളോട് പറഞ്ഞത് ഞാൻ തന്നെ കണ്ടു എന്നാണ്. അവിടെയാണ് ഇതിന്റെ കോൺട്രഡിക്ഷൻ. പിന്നെ ഇവർ പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ, മാനനഷ്ട കേസ് കൊടുക്കട്ടെ എന്ന്. മാനനഷ്ട കേസ് കൊടുക്കുക എന്നുള്ളതല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി അന്നും ഇന്നും സ്വീകരിക്കുന്ന നിലപാട്. അന്വേഷിക്കട്ടെ, കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തന്നെ അന്വേഷിക്കട്ടെ. 1ാം സീസണിലും പറഞ്ഞിരുന്നു ഇത്. അന്ന് മാനനഷ്ട കേസ് കൊടുക്കുകയല്ല ചെയ്തിട്ടുള്ളത്, മറിച്ച് കേന്ദ്ര ഏജൻസികൾ വന്ന് സമഗ്രമായി അന്വേഷിക്കട്ടെ. എവിടെ നിന്ന് പുറപ്പെട്ടു, ഏത് വഴി വന്നു, എവിടേക്ക് പോയി, ഇതിന്റെ പിന്നിലുള്ള അന്താരാഷ്ട്ര ഗൂഢാലോചന അന്വേഷിക്കട്ടെ എന്നാണ്. കോൺഗ്രസിന് അതിനെപ്പറ്റി യാതൊരു കൺസേണും ഇല്ലല്ലോ. സ്വപ്ന ഇപ്പൊ ജോലി ചെയ്യുന്ന സ്ഥാപനം RSS നിയന്ത്രണത്തിലാണ് എന്ന് കൃത്യമായി പറഞ്ഞത് മാതൃഭൂമി ചാനലാണ്. HRDS എന്നുള്ള സ്ഥാപനം, അവരുടെ വക്കീല്, ഇതിനകത്ത് PC ജോർജിന്റെ ഇൻവോൾവ്മെന്റ്. സ്വപ്ന ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എഴുതി ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നതും പത്രസമ്മേളനം നടത്തിയിരിക്കുന്നതും PC ജോർജാണ്. അദ്ദേഹത്തെ പറ്റി UDFന്റെ അഭിപ്രായം എന്താണ്? ഒരു പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു യുക്തിഭദ്രത വേണ്ടേ? പിന്നെ നോക്കൂ, ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലേക്ക് DYFIയുടെ 3 പ്രവർത്തകർ അവിടം വരെ കയറിയത് തെറ്റാണ് എന്ന് തന്നെയാണ് പാർട്ടി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. വികാര വിക്ഷോഭത്തിനിടയ്ക്ക് പെട്ടെന്നുണ്ടാവുന്ന പ്രതികരണങ്ങളിൽ ആളുകൾ കൊടി നശിപ്പിക്കുകയോ ഓഫീസ് എറിയോ ഒക്കെ ചെയ്യും. അത് ശരിയല്ല എന്ന് പറയുക എന്നുള്ളതാണ് ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയം. പക്ഷേ കെ സുധാകരനും VD സതീശനും അതല്ല ചെയ്തത്. ഇവർ വിമാനത്തിൽ പോകുന്നവരല്ലേ? അല്ല, മാധ്യമങ്ങൾ ഇടയ്ക്ക് വസ്തുതകൾ പുറത്തു കൊണ്ടുവരുന്നുണ്ടെന്ന് ഇടയ്ക്കെങ്കിലും പറയുന്നത് വലിയ സന്തോഷമാണ് കേട്ടോ. ശരി, ഞാൻ അങ്ങേലേക്ക് തിരികെ വരാം. ശ്രീകുമാർ, സംസ്ഥാനത്ത് ആ ചാൻസ് നിങ്ങൾ ഉണ്ടാക്കി തരണമെന്നാണ് നമ്മൾ പറയണത്. അങ്ങനെ പറയാനുള്ള ചാൻസ് നിങ്ങൾ ഉണ്ടാക്കി തന്നാ. അല്ല, പക്ഷെ വിമർശനങ്ങൾ അടപടലമാണ്. അത് ഏറ്റവും കൂടുതൽ കാണുന്നവരിൽ ഒരാളാണ് അങ്ങ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ശ്രീകുമാർ, സംസ്ഥാനത്ത് മുഖ്യമന്ത്രിക്കെതിരെ ഈ പ്രശ്നമുണ്ടാകുന്ന സമയത്ത് സംസ്ഥാനത്ത് ഇടത് യുവജന സംഘടനകൾ തിരുത്തേണ്ടി വന്നു. എത്ര മാപ്പ് പറയണെന്ന് നിങ്ങൾ ഓർത്താൽ മതി. അല്ല, ഈ തെറ്റ് തിരുത്തുക എന്ന് പറയുന്നത് ഒരു വലിയ കുഴപ്പമായി കാണുന്നില്ല. പക്ഷെ തെറ്റേ തിരുത്തു, എല്ലാം തിരുത്തണം എന്ന് പറയുന്നത് നടക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതല്ല എന്റെ പ്രശ്നം. ഈ വരുന്ന തെറ്റുകളെല്ലാം ഇടതുപക്ഷത്തിനെതിരായ തെറ്റുകൾ മാത്രമാണ് വരുന്നത്. കേരളത്തിലെ പോലീസുകാർ വലിച്ചഴിക്കുന്നു എന്നേ പറഞ്ഞു പോകുന്നുള്ളൂ. RSSന്റെ പോലീസ് തെറ്റി പറഞ്ഞു പോകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. വരുന്നത് പോലും എങ്ങോട്ട് എന്നുള്ളത് കാര്യമാണ്. നിങ്ങളുടെ കാര്യമുണ്ട്. ഈ സംസ്ഥാനം ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്, അത് മനസ്സിലാക്കണം. അപ്പോൾ വാർത്തകൾ ഏറെ വരുന്നതും രാഷ്ട്രീയമായ ആക്രമണങ്ങൾ ഏറെ ഉണ്ടാവുകയും ഭരിക്കുന്ന ആളുകൾക്കെതിരെയാണ്. അത് സ്വാഭാവികമാണ്. കോൺഗ്രസ് ഭരിക്കുമ്പോൾ സോളാർ പോലെയുള്ള വലിയ വിവാദ കൊടുങ്കാറ്റുകൾ ഉണ്ടായിട്ടില്ലേ? സ്വാഭാവികമാണ്. അന്ന് കോൺഗ്രസിനെതിരെയായിരുന്നു വാർത്തകൾ അധികവും. അതായത് എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോഴാണ് തെറ്റുണ്ടാകുന്നത്. മിണ്ടാതിരിക്കുകയാണെന്ന് വിചാരിക്കോ, പ്രസ്താവനകൾ മാത്രം കൊടുക്കുകയാണ്. അന്ന് നേരത്തെ പറഞ്ഞതുപോലെ മൈക്കോപ്പറേറ്റർമാരുടെ പണി മാത്രം ചെയ്യുകയാണെങ്കിൽ തെറ്റുണ്ടാകില്ല. ചെയ്യുമ്പോഴാണ് തെറ്റുണ്ടാകുന്നത്. അത് ക്ഷമിക്കാൻ തയ്യാറാണ്. വലിയ പ്രാധാന്യമുള്ള കാലത്ത് പണിയെടുക്കുന്ന മനുഷ്യരാണ്. നോക്കൂ, അക്ഷരത്തെറ്റുകളുടെ പോട്ടെ ശ്രീ പ്രേംകുമാർ, പോട്ടെ, അത് വിട്ടുകളയൂ. ശ്രീകുമാർ, സംസ്ഥാനത്ത് ഇടത് യുവജന സംഘടനകൾ അടക്കം വലിയ പ്രതിഷേധം ഉയർത്തുന്ന ശ്രീകുമാർ, വലിയ പ്രതിഷേധം ഉയർത്തുന്ന സമയത്ത് സംസ്ഥാനത്ത് ആദ്യം സുരക്ഷ കൊടുക്കേണ്ടത് എവിടെയാണ്? അത് KPCC ആസ്ഥാനത്തിനാകണം അല്ലേ? അവിടെയാണ് ആക്രമണത്തിന് സാധ്യത ഉണ്ടാവുക എന്നൊരു വിജിലൻസ് വേണ്ടേ? മറ്റൊന്ന് കന്റോൺമെന്റ് ഹൗസിലാണ് അല്ലേ? പര്യാപ്തമായ സുരക്ഷ, അതിനെ അതിലംഘിച്ചുവെങ്കിൽ അതിനെയും അതിലംഘിക്കുന്ന സുരക്ഷ, അത് ആരുടെ ഉത്തരവാദിത്തമാണ്?
ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, നമുക്ക് ആദ്യം വേണ്ടത് സഹിഷ്ണുതയാണ്. നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മൾ വെറുതെ വികാരം കൊണ്ട് അസഹിഷ്ണുത ആവരുത്. ഇപ്പോൾ പ്രേംകുമാറിനെ ഇവിടെ നിന്ന് കാണിക്കുന്നത് കണ്ടില്ലേ, അദ്ദേഹം ഒരു നിരീക്ഷകൻ മാത്രമല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഭൂമിയിലും ആകാശത്തും മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം ഉണ്ടായപ്പോൾ ആകാശത്ത് പ്രതിഷേധിക്കുമ്പോൾ ഇവർ കരുതിയില്ല. ആ നാണക്കേട് ഇവരെ ബാധിച്ചിരിക്കുകയാണ്. അതിന് അടുത്തൊന്നും മാറില്ല. കാരണം ആകാശത്ത് പോലും രക്ഷയില്ല. ഞങ്ങൾ പ്രതിഷേധിക്കുമെന്ന് പറഞ്ഞാൽ പ്രതിഷേധിക്കും. അതാണ് യൂത്ത് കോൺഗ്രസ്സുകാർ കാണിച്ചത്. ഇന്ന് കന്റോൺമെൻറ്റ് ഹൗസിൽ 3 DYFIക്കാരെ പോയിട്ട് അവരെ സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് വിട്ടയച്ചു. അപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിൽ ആക്രമിക്കാൻ പോയത് കുഴപ്പമില്ല, വിമാനത്തിൽ പ്രതിഷേധിച്ചവരെ മുഖ്യമന്ത്രിയെ കൊല്ലാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുത്തു. ഇത് കാണുകയല്ലേ ഈ നാട്ടിലുള്ളവരെ, ഇത് കാണുകയല്ലേ. പിന്നെ അത് മാത്രമല്ല, ഇടതു മുന്നണിയുടെ എല്ലാം ഇനി പ്രതിഷേധ യോഗങ്ങൾ ചേരാൻ പോകാമെന്ന് ഇന്ന് LDF കൺവീനർ പറഞ്ഞിട്ടുണ്ട്. 23 തീയതി തൊട്ടങ്ങാണ്ട് LDF എല്ലാ ജില്ലകളിലും അവരുടെ സമ്മേളനങ്ങൾ നടത്താൻ പോകുന്നു. ഈ സമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രി പോകുന്നില്ല മാധു, അത് LDF കൺവീനർ പറഞ്ഞിട്ടുണ്ട്. എന്താണ് മുഖ്യമന്ത്രി പോകാത്തത്? LDFിൻ്റെ നാഥനല്ലേ മുഖ്യമന്ത്രി. നാട്ടിലെ കാര്യങ്ങൾ ജനങ്ങളോട് പറയാൻ അദ്ദേഹത്തിന് പറ്റില്ല, അദ്ദേഹത്തിന് ഭയമാണ്. കാരണം നാളെ വെളിപ്പെടുത്തൽ ഇങ്ങനെ ഒന്നിന് പുറകെ മറ്റൊന്നായി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജനങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടാൻ പോവുകയാണെന്ന്. മുഖ്യമന്ത്രി പങ്കെടുക്കുന്നില്ല LDFിൻ്റെ പ്രചാരണ യോഗത്തിൽ. ഇന്ന് CPIയുടെ തീരുമാനമുണ്ട്. CPIന് എതിരാണ്. കാരണം മുച്ചൂടും നാണം കെട്ടുപോയി LDF സംവിധാനം എന്നുള്ളത്. തൃക്കാക്കരയിൽ LDF സംവിധാനം ഉണ്ടായിരുന്നില്ല, ഇപ്പോഴത്തെ ഇതിൽ LDF സംവിധാനമില്ല. പിന്നെ മാധു ചോദിച്ച ചോദ്യം, പ്രതിപക്ഷ നേതാവിന് സുരക്ഷ കൊടുക്കേണ്ടത് ആരാ? മുഖ്യമന്ത്രിയല്ലേ. VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഫയർ എഞ്ചിൻ ഉണ്ടായിരുന്നു. ഗവർണർക്ക് കൊടുക്കുന്ന ഒരു Z കാറ്റഗറി പോലെയാണ് അച്യുതാനന്ദൻ്റെ പിന്നാലെ അന്ന് പോലീസ് ഉണ്ടായിരുന്നത്. അന്ന് ഭരിച്ചിരുന്ന കോൺഗ്രസ് ആണ്. നിങ്ങൾക്ക് എടുത്തു നോക്കാം, ക്ലിപ്പ് എടുത്തു നോക്കാം. ഫയർഫോഴ്സിൻ്റെ വാഹനം ഉണ്ടായിരുന്നു VS അച്യുതാനന്ദൻ പോകുമ്പോൾ. അത്ര സുരക്ഷ അച്യുതാനന്ദന് അന്നത്തെ കോൺഗ്രസ് ഗവൺമെൻറ്, ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റും കൊടുത്തിരുന്നു. ഇന്നത്തെ അവസ്ഥ എന്താ? ഇന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ വീടിന് മുമ്പിൽ പോലീസുകാർ ഇരിപ്പുണ്ട്. എന്നിട്ട് DYFIക്കാർ പറയാണ് ഞങ്ങൾ പോകുന്ന പോലീസുകാർ കണ്ടുവെന്ന്. അതല്ലേ ഏറ്റവും വലിയ വൃത്തികേടെന്ന് പറയുന്നത്. ഇതെന്ത് സുരക്ഷയാണ്? ഇനി അത് മാത്രമല്ല, മുഖ്യമന്ത്രിക്കുള്ള സുരക്ഷ പോലെ തന്നെയല്ലേ ഈ നാട്ടിലൊരു സാധാരണ പൗരൻ്റെ സുരക്ഷയും. അതെന്താ മനസ്സിലാക്കാത്തത്? മുഖ്യമന്ത്രിക്ക് സുരക്ഷ വേണം, തീർച്ചയായിട്ടും വേണം. ഭരണാധികാരിയാണ്. ഒരു പ്രവർത്തകൻ്റെ കണ്ണടിച്ച് പൊട്ടിച്ചു ഇന്ന് തൊടുപുഴയിലെ. എന്തുകൊണ്ട്? അത് പ്രവർത്തകൻ്റെ കണ്ണടിച്ച് പൊട്ടിക്കാൻ പോലീസിന് എന്താണ് അധികാരമുള്ളത്? എവിടുത്തെ സമരത്തിൻ്റെ ഈ DYFIയുടെ സുഹൃത്ത് സനോജ് ഇവിടെ ഇരിപ്പുണ്ടല്ലോ. നിങ്ങൾ പണ്ട് കുറേ സമരം നടത്തിയതല്ലേ. നിങ്ങൾ കൂത്തുപറമ്പിനെ കുറിച്ച് ഇപ്പോൾ പറയാറുണ്ട്. കൂത്തുപറമ്പിലത്തെ ആ സമരത്തിൻ്റെ രക്തസാക്ഷികളെ നിങ്ങളെപ്പോഴും സ്മരിക്കാറുണ്ട്. പക്ഷേ ആ സമരത്തിന് ആധാരമായ ആരാണോ അവർ നിങ്ങളുടെ പാർട്ടിയിലാണ്. ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ രക്തസാക്ഷി കാര്യം. പക്ഷേ കോൺഗ്രസിന് അങ്ങനെയല്ല. ഒരു പ്രവർത്തകൻ്റെ കണ്ണടിച്ച് പൊട്ടിച്ചാൽ ഇവിടെ ചോദ്യം ചെയ്യും. ആർക്കാണ് അധികാരം? മുഖ്യമന്ത്രിയുടെ കണ്ണുപോലെയല്ലേ തൊടുപുഴത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ്റെ കണ്ണും. അതെന്താ മനസ്സിലാക്കാത്തത്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നാളെ LDF യോഗങ്ങളിൽ മുഖ്യമന്ത്രിക്ക് പ്രസംഗിക്കാൻ പോകാൻ ഭയമായിരിക്കും. ആകാശത്ത് രക്ഷയില്ല, പിന്നെ LDF പൊതുയോഗത്തിൽ രക്ഷയുണ്ടാവോ? വഴി കൂടെ പോകണ്ടേ? ആരും ആക്രമിക്കാൻ പോകുന്നില്ല, പക്ഷേ കരിങ്കൊടി വരും. ഇന്ന് ഞാൻ നേരത്തെ മാധ്യമങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ മാധു പറഞ്ഞല്ലോ അവരുടെ നയമാണെന്ന്. പ്രഭാവർമ്മ മുഖ്യമന്ത്രിയുടെ പ്രസ് അഡ്വൈസറാണ്. അദ്ദേഹത്തിന് ഉപദേശം ഒന്ന് ദേശാഭിമാനിയിൽ ലേഖനമായിട്ടുണ്ട്. അല്ല, അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ കരിങ്കൊടിയാണ്. ഏത് കോൺഗ്രസ് പ്രവർത്തകനാണ്? അതെ, ഞാൻ ചോദിക്കുന്നതല്ല, ഏത് കോൺഗ്രസ് പ്രവർത്തകനാണ് കരിങ്കല്ലുകൊണ്ട് ഈ മുഖ്യമന്ത്രി എറിഞ്ഞത്? ആരെങ്കിലും ചെയ്തോ? ബാഗ്, മാസ്ക്, ഇതൊക്കെയല്ലേ ഇവർ ഉപയോഗിച്ചേ? ഇതൊക്കെയല്ലേ ഇവരെ പ്രതിഷേധത്തിന് ഉപയോഗിച്ചേ? അതാണ് പറഞ്ഞത്, പഴയ കാലത്ത് അധസ്ഥിത വർഗത്തിൻ്റെ നിറം കറുപ്പാണ് മാധു. ആ അധസ്ഥിത വർഗം അവരാണ് ഈ പാർട്ടിയെ വളർത്തിയത്. ആ കറുത്ത വർഗം അതിവർ മറക്കുകയാണ്. അന്ന് കർഷക തൊഴിലാളി, ഇന്ന് VK കുഞ്ഞച്ചൻ്റെ 31ാം ചരമവാർഷിക ദിനമാണ്. കുഞ്ഞച്ചൻ കർഷക തൊഴിലാളിയുടെ നേതാവായിരുന്നു. ഈ കർഷകരാണ് ഈ പാർട്ടിയെ വളർത്തിയത്. കർഷകർ കറുപ്പന്മാരെന്ന് പറഞ്ഞാൽ അവരുടെ പേര്. കറുപ്പൻ എന്ന പേരിൽ ഒരുപാട് കർഷകർ ഈ നാട്ടിലുണ്ടായിരുന്നു. അവരാണ് ഈ പാർട്ടിയെ വളർത്തിയത്. ഇന്ന് കറുപ്പിനെ ഭയമാണ്, കറുപ്പിനെ വെറുപ്പാണ്. എന്താ കാരണം? ഇവർ വെളുപ്പിലേക്ക് പോവാണ്, സ്വർണത്തിൻ്റെ നിറത്തിലേക്ക് പോവാണ്. സ്വർണം കൊണ്ട് കണ്ണഞ്ചിക്കുകയാണ് ഇവരുടെ. അതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഞങ്ങളെന്ന് വെച്ചാൽ നിഷ്പക്ഷതായി എന്നാൽ പാർട്ടി ചിന്തയുള്ളവർ. ഇന്ന് സാംസ്കാരിക നായന്മാരെ രംഗത്തിറങ്ങിയിരിക്കുകയാണ് മുഖ്യമന്ത്രി. പത്രങ്ങളെ വിമർശിക്കുകയാണ്. എന്തിനാണ് വിമർശിക്കുന്നത്? നാളെ നിങ്ങൾ കൊടുക്കരുത്. വിളപ്പശാലയിലേക്ക് എന്താ നിങ്ങളെ കൊണ്ടുപോയിരുന്നത്? നാളെ നിങ്ങൾ കൊടുക്കരുത്. മാധ്യമങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയിക്കരുത്. ഇപ്പോൾ EP ജയരാജൻ്റെ കാര്യം പറഞ്ഞില്ലേ, ജയരാജൻ ഇന്നലെ പറഞ്ഞത് കള്ളു കുടിച്ചെന്ന് പറഞ്ഞില്ലേ. ഇന്ന് അദ്ദേഹം എത്ര ഒരു ലജ്ജയില്ലാണ്ട് തിരുത്തി പറയാണ് കള്ളു കുടിച്ച പോലെ എനിക്ക് തോന്നിയത്. അതേ LDFിൻ്റെ കൺവീനറല്ലേ? ഒരു മുന്നണിയുടെ കൺവീനർ ഇങ്ങനെയാണോ പറയുന്നത്? കാര്യങ്ങൾ മനസ്സിലാക്കാതെ, കാര്യങ്ങൾ പഠിക്കാതെയാണോ പറയുന്നത്? ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ നാട്ടിലെ UDF സംവിധാനമുണ്ട്, ഈ നാട്ടിൽ കോൺഗ്രസ് സംവിധാനമുണ്ട്. അവർക്ക് സുരക്ഷ കൊടുക്കേണ്ട, അവർക്ക് മാത്രമല്ല പാവപ്പെട്ട CPM പ്രവർത്തകനടക്കം സുരക്ഷ കൊടുക്കേണ്ടത്, CPM പ്രവർത്തകർക്കടക്കം സുരക്ഷ കൊടുക്കേണ്ടത് ഗവൺമെന്റാണ്. ഇതിപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഒരു ബ്രാഞ്ച് സെക്രട്ടറി ശ്രീ VK സനോജ്.
പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു, രണ്ടു നീതിയാണോ? മുഖ്യമന്ത്രിക്കെതിരെ ആക്രമണം ഉണ്ടായി എന്ന് പറയുന്ന സമയത്ത് കേസെടുക്കുന്നു, പ്രതിഷേധമുണ്ടാകുന്നു. കന്റോൺമെന്റിലേക്ക് ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് അവരെ സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയക്കുന്നു. അത് രണ്ട് നീതിയല്ലേ എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു. അത് സ്വാഭാവികമല്ലേ? മറ്റൊന്ന്, ഈ കോൺഗ്രസ്സുകാരനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇന്നലെ കണ്ണൂരിൽ കണ്ട കാഴ്ചയാണ്. അത് എസ് പിക്ക് മുന്നിൽ വെച്ച് ഒരു ഇടതു പ്രവർത്തകൻ അദ്ദേഹത്തെ ആക്രമിക്കുന്നു കായികമായി. അപ്പോൾ പോലീസിനെ പോലും പേടിയില്ല എന്നൊരു സന്ദേശം കൊടുക്കുന്നുണ്ട്. ഇതിനൊന്നും തിരുത്തും, ഇതിനൊന്നും വിലക്കും ഉണ്ടാകുന്നില്ലല്ലോ. അങ്ങനെയല്ല, രണ്ട് നീതി എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണമൊന്നും ശരിയല്ല. യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് ആ വിമാനത്തിൽ നടന്ന സംഭവത്തെ അപലപിക്കേണ്ടതാണ്. ഒരു ജനാധിപത്യ സമൂഹത്തിൽ പ്രതിഷേധിക്കാനുള്ള അവകാശമെല്ലാം എല്ലാവർക്കുമുണ്ട്. പക്ഷേ ഒരു അതീവ സുരക്ഷാ മേഖലയിൽ കയറി സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരൊന്നും ഇല്ലാത്ത ഒരു ഘട്ടത്തിൽ ഈ ക്രിമിനൽ സംഘത്തെ അയച്ച് ആക്രമിക്കാൻ വേണ്ടി അങ്ങോട്ട് അയക്കുന്നത് ശരിയാണോ എന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആലോചിക്കണം. അപ്പം അത് സംബന്ധിച്ച് വലിയ ജനകീയ രോഷമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. സ്വാഭാവികമാണ്, ആ ജനകീയ രോഷവും ഈ അക്രമ സംഭവവും രണ്ടും രണ്ട് തന്നെയാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ വസതിയിലെ മുന്നിൽ നടന്നിട്ടുള്ള പ്രകടനം, അതുമായി ബന്ധപ്പെട്ട മറ്റ് ചില പ്രകടനങ്ങൾ, അതൊക്കെ സാധാരണ നിലയിൽ നമ്മുടെ നാട്ടിൽ നടക്കാവുന്ന പ്രകടനമാണ്. ആ പ്രകടനത്തിൽ പങ്കെടുത്തതിന് ആളെ കേസെടുക്കുന്നത്, അതൊന്നും അവിടെ പ്രതിപക്ഷ നേതാവിന് വേറെ എന്തെങ്കിലും സംഭവിച്ചോ? അദ്ദേഹത്തിന് വീണ്ടെന്ന് സംഭവിച്ചോ? ഒന്നും ഉണ്ടായിട്ടില്ല. അതിൽ സ്വാഭാവികമായിട്ടും ഒരു മാർച്ച് നടക്കുമ്പോൾ പോലീസ് ബാരിക്കേഡൊക്കെ കയറും. അതൊക്കെ UDF കഴിഞ്ഞ സമരങ്ങൾക്ക് എത്ര ബാരിക്കേഡ് കയറിയിട്ടുണ്ട്? അവരാരെങ്കിലും കേസെടുത്തിട്ടുണ്ടോ? അതൊന്നും വലിയ സംഭവമായിട്ടുള്ള കാര്യമില്ല. പക്ഷേ നിങ്ങൾ വിമാനത്തിലെ സംഭവവും ഈ ഇന്നത്തെ സംഭവവും രണ്ടും രണ്ടായിട്ട് തന്നെ കാണേണ്ടതുണ്ട്. അത് പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ താല്പര്യം കൊണ്ട് പല ആരോപണവും ഉന്നയിക്കും. അതൊന്നും കേരളത്തിലെ പൊതുസമൂഹം ഒന്നും അംഗീകരിച്ച് തരും എന്ന് തോന്നുന്നില്ല. പിന്നെ ഇവിടെ ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞത്, ഇവിടെ സീതാറാം യെച്ചൂരി അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇവിടെ എന്താ പറഞ്ഞത്, EP ജയരാജനെ എതിരായിട്ട് എന്താണ് പറയാൻ പോകുന്നതൊക്കെയാണ് എന്ന് ചോദിച്ചത്. യഥാർത്ഥത്തിൽ EP ജയരാജൻ എന്താ ചെയ്യേണ്ടത്? EP ജയരാജനെതിരായിട്ട് എന്തിനാണ് കേസെടുക്കുന്നത്? EP ജയരാജൻ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ വേണ്ടി അവിടെ നിലയുറപ്പിച്ചു. അത് സ്വാഭാവികമല്ലേ? ഇനി PP ജയരാജനല്ല ആ സ്ഥലത്ത് വേറൊരു യാത്രക്കാരുണ്ടെങ്കിൽ ആ സ്വാഭാവിക യാത്രക്കാർ തടയും. കാരണം കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നേരെ ഒരു സംഘം പാഞ്ഞെടുക്കുന്നു. അത് സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരൊക്കെ കുറവുള്ള ഒരു സ്ഥലത്ത് വെച്ച് പാഞ്ഞെടുക്കുമ്പോൾ അത് സാധാരണ നിലയിൽ ഏതൊരാളും തടയുന്ന കാര്യം മാത്രമേ EP ജയരാജൻ ചെയ്തിട്ടുള്ളൂ. അതിനെയും മറ്റേ അർണബ് ഗോസ്വാമിയുമായി ബന്ധപ്പെട്ട കാര്യത്തെ മുൻനിർത്തിയിട്ട് സീതാറാം യെച്ചൂരി പറഞ്ഞ അഭിപ്രായത്തൊക്കെ ചേർത്ത് പറയാമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു കോൺഗ്രസിൻ്റെ വക്താവിന് യോജിച്ചതാണോ എന്ന് ചാമക്കാല ആലോചിക്കുക. അത് മാത്രമാണ് അത് സംബന്ധിച്ച് ഇവിടെ പറയാനുള്ളത്. പിന്നെ ഇവിടെ മറ്റൊരു കാര്യം, ഈ പാർട്ടിയുടെ സുരക്ഷ ഒരുക്കുമെന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞു. അതുകൊണ്ട് കേരളത്തിൽ ആഭ്യന്തരം പരാജയമാണ് എന്ന് സ്ഥാപിക്കുകയാണ്. അങ്ങനെയല്ല പറഞ്ഞത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ തെരുവിൽ വേട്ടയാടാൻ അനുവദിക്കില്ല. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമാണ്. സ്വാഭാവികമായിട്ടും കേരളത്തിലെ ഒരു ജനകീയ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ വേണ്ടി ഇവർ നേരത്തെയും പലതരത്തിലുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അതിനെ ജനകീയമായി പ്രതിരോധിക്കും എന്ന അർത്ഥത്തിലാണ് അതിനെ നമ്മൾ കാണേണ്ടത്. ഇവർ 1957 ഗവൺമെൻറ് അട്ടിമറിക്കാൻ വേണ്ടി അന്ന് നടത്തിയിട്ടുള്ള ഏറ്റവും വൃത്തികെട്ട അങ്ങേയറ്റം വിഷലിപ്തമായ ഒരു സമരമുണ്ടായിരുന്നു, വിമോചന സമരം. ആ സമരത്തിൻ്റെ സംഘത്തെ ഇപ്പോഴും കൂട്ടുപിടിച്ച് വീണ്ടും കേരളത്തിലൊരു ജനകീയ ഗവൺമെൻറ് അട്ടിമറിക്കാൻ വേണ്ടി നീക്കം നടത്തുകയാണ്. ഇവർ നേരത്തെ പറഞ്ഞല്ലോ, കേന്ദ്രത്തിൽ ED ഇവിടെ കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരായി വരുമ്പോൾ അത് മോശം ED, കേരളത്തിലേക്ക് വരുമ്പോൾ അത് നല്ല ED. ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ ED ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോഴേക്ക് അവിടെ പോയി ഇരുന്നല്ലോ KC വേണുഗോപാലും നിങ്ങളുടെ കോൺഗ്രസ് നേതാക്കന്മാരും ഇവിടെ കേരളത്തിലുള്ള MPമാരൊക്കെ ഇന്ന് അവിടെ സമരം ചെയ്ത് നമ്മൾ കണ്ടല്ലോ. ഇപ്പോൾ കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് അട്ടിമറിക്കാൻ വേണ്ടി EDയും ഈ സംഘങ്ങളും ഗൂഢാലോചന നടത്തുമ്പോൾ അത് നടന്നോട്ടെ എന്ന മാനസികാവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ വക്താവ് EDയുടെ നിലപാട് സംബന്ധിച്ച്, കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നിലപാട് സംബന്ധിച്ച് നിങ്ങളിവിടെ നിലപാട് വ്യക്തമാക്കണം. ഇവിടെ ഞങ്ങൾ വളരെ കൃത്യമായി ഈ സ്വർണത്തിൻ്റെ ഈ കേസുമായി ബന്ധപ്പെട്ട വിഷയം ഉയർന്ന ഘട്ടത്തിൽ തന്നെ പറഞ്ഞു. എന്തെങ്കിലും തരത്തിൽ മാനനഷ്ട കേസ് കൊടുത്ത് പരിഹരിക്കേണ്ട വിഷയമല്ല ഇത്. ഇത് കൃത്യമായി അന്വേഷണം നടത്തിയിട്ട് ജനങ്ങൾക്ക് മുന്നിൽ തെളിയിക്കപ്പെടേണ്ട വിഷയമാണ്. മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, ഏത് അന്വേഷണവും ഇങ്ങോട്ട് വരട്ടെ. എല്ലാ അന്വേഷണം വന്ന് ഏജൻസികളും വന്ന് അന്വേഷിച്ചല്ലോ. അപ്പോഴൊന്നും ഈ സ്വപ്ന സുരേഷ് ഈ നിലയിലല്ലോ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അപ്പോൾ സ്വപ്ന സുരേഷിനെ RSS വിലക്കെടുത്തിരിക്കുകയാണ്. RSS കേരളത്തെ കീഴ്പ്പെടുത്താൻ വേണ്ടി ഒരു പ്രത്യേക പദ്ധതി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. RSSന്റെ കെണിയിലാണ് ഇപ്പോൾ UDF ഉള്ളത്, ഇപ്പോൾ കോൺഗ്രസ് ഉള്ളത്. RSSന് വേണ്ടിയിട്ട് സമരം ചെയ്യുന്ന ആളുകളായിട്ട് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് അധപ്പതിച്ചിരിക്കുന്നു. രാഷ്ട്രീയമായി ഈ കാര്യം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ഞാൻ അങ്ങേക്ക് തിരികെ വരാം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, മുഖ്യമന്ത്രി ഈ ആരോപണങ്ങൾ ഇതിലും വലിയ കൊടുങ്കാറ്റായി വന്നപ്പോഴും മാനനഷ്ട കേസിന് പോവുകയല്ല ചെയ്തത്. അദ്ദേഹം അന്വേഷണ ഏജൻസികളെ കേരളത്തിലേക്ക് വേണമെന്ന് ക്ഷണിക്കുന്നുണ്ട്. അതിനുശേഷം അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട്. അന്നും ഇന്നും അദ്ദേഹം ഒരു പേഴ്സണൽ ഫൈറ്റിന് പോകുന്നില്ല. നിയമ സംവിധാനത്തിന്റെ മാർഗത്തിലൂടെ അത് തെളിഞ്ഞു വരട്ടെ എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ
ഇതിലേക്ക് വലിച്ചഴിക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം ചെയ്യേണ്ടത് മാനനഷ്ടത്തെ കേസ് കൊടുക്കുകയോ കൂടെ വേണം, ലീഗലായിട്ട് ഫൈറ്റ് ചെയ്യണം. അത് വേണമെങ്കിൽ മതി. പക്ഷേ നിയമപരമായി അതല്ലേ ചെയ്യേണ്ടത്. ഇനി ഇവിടെ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുകൂടി ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ പിന്നെ എന്താ പറയുന്നത്, നമ്മുടെ ഇടത് സഹയാത്രികൻ എന്ന് പറഞ്ഞ പ്രേംകുമാർ, കുറേ സഹയാത്രികന്മാരുണ്ട്, അതെന്തായാലും പോട്ടെ. പിന്നെ ഇലക്ഷൻ ആകുമ്പോൾ വരുന്നൊരു സഹയാത്രി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ഏതായാലും പോട്ടെ, അതിൻ്റെ ബാക്കി പോട്ടെ. ഇവിടെ വിമാനത്തിൽ വേണ്ടത്ര സുരക്ഷയില്ല. വിമാനത്തിൽ എന്തിനായിരുന്നു ഇത്തരത്തിൽ നമ്മുടെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു, ഒരു PA ഒക്കെ ഉണ്ടായിരുന്നല്ലോ. വിമാനത്തിൽ സുരക്ഷയില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഞാൻ ചോദിക്കുന്നത്, വെറും കൈയോടുകൂടി ഉടുവസ്ത്രം മാത്രം കൈമുതലായുള്ള 2 പേർ ആ വിമാനത്തിൽ കയറിയാൽ അവർ ആക്രമിച്ച് കൊലപ്പെടുത്താനാണ് വന്നത് എന്ന് പറയാനുള്ള ഉളിപ്പ് അതും ഒരു മുഖ്യമന്ത്രിയെ ഈ CPM നേതാക്കന്മാർക്ക് മാത്രമല്ല ഉണ്ടാവൂ. ഞാൻ അതിനപ്പുറത്തേക്ക് ഒന്നും പറയുന്നില്ല. ഇവിടെ പിന്നെ ലീഗൽ ഫൈറ്റിനെ കുറിച്ച് പറഞ്ഞു, ED-യുമായി ബന്ധപ്പെട്ട് രണ്ടു കൂട്ടരും പറഞ്ഞു, ശ്രീ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട്. ഞങ്ങൾ അതിനെ രാഷ്ട്രീയമായി നേരിടുന്നു. അത് പൊതുസമൂഹത്തിൽ ജനങ്ങളെ അടിനിരത്തിക്കൊണ്ട് ഞങ്ങൾ നേരിടുമ്പോൾ ഇവിടെ രാഷ്ട്രീയ നിങ്ങൾ വിളിച്ചു വരുത്തിയതാരാ? ഇവിടെ വിളിച്ചു വരുത്തിയത് മുഖ്യമന്ത്രി. അന്വേഷിച്ചപ്പോൾ ആദ്യം അറസ്റ്റ് ചെയ്താരാ? നിങ്ങളിപ്പോൾ പറയുന്ന 16 പേരുടെ പല 7 കേസിൽ പ്രതിയാണെന്ന് പറയുന്ന സ്വപ്ന സുരേഷിനെ. അപ്പോൾ നിങ്ങൾ പറഞ്ഞു രാഷ്ട്രീയ പ്രേരിതമാണെന്ന്. പിന്നീട് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾ പറഞ്ഞു രാഷ്ട്രീയ പ്രേരിതമാണെന്ന്. CM രവീന്ദ്രനെ ചോദ്യം ചെയ്തു, നിങ്ങൾ പറഞ്ഞു രാഷ്ട്രീയ പ്രേരിതമാണെന്ന്. കുറേ കഴിഞ്ഞപ്പോൾ നമ്മുടെ മന്ത്രി, ഇപ്പോൾ നിങ്ങൾ ചോദിച്ചല്ലോ രാഹുൽ ഗാന്ധി നെഞ്ചു വിരിച്ച് കോൺഗ്രസ് പ്രവർത്തകരോടൊപ്പം നേരിട്ട് അങ്ങോട്ട് പോയിട്ടുള്ളത് പദയാത്രയായി പ്രകടനമായിട്ട്. നമ്മുടെ ഒരു മന്ത്രി ഉണ്ടായിരുന്നു KT ജലീൽ. എങ്ങനെയാണ് പോയെന്നറിയാമോ ശ്രീ പ്രേംകുമാറെ, ശ്രീ സനോജെ? അയലത്ത് കൊണ്ടുവന്ന് വണ്ടി ഒതുക്കിയിട്ട് ഔദ്യോഗിക വാഹനം വല്ലവൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവൻ്റെ വീട്ടിൽ നിന്ന് വാഹനവും എടുത്ത് കൊച്ചു വെളുപ്പാങ്കാലത്ത് തലയിൽ മുണ്ടും ഇട്ടുകൊണ്ട് ED-യുടെ മുമ്പിൽ പോയിട്ടുണ്ട്. അത് രാഷ്ട്രീയ പ്രേരിതമാണോ അന്വേഷണം? അതിൻ്റെ രാഷ്ട്രീയ പ്രേരിതം നിങ്ങൾ പറയണോ? ഇതാണോ നിങ്ങളുടെ നിലപാട്? അപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള ED-യുടെ കൈകടത്തൽ അതിനെ രാഷ്ട്രീയമെന്ന് പറയും. ഇത്തരത്തിലുള്ള രാജ്യദ്രോഹ കുറ്റം ചെയ്യുമ്പോൾ അതിനെ മുഖ്യമന്ത്രി തന്നെ വിളിച്ചു വരുത്തി ഇത്തരത്തിൽ അന്വേഷണം നടക്കുമ്പോൾ ഇപ്പോൾ സനോജ് പോലും പറയുന്നില്ല പിന്നെ രാഷ്ട്രീയ പ്രേരിതമാണെന്ന്. അപ്പോൾ മുഖ്യമന്ത്രി തന്നെ വിളിച്ചു വരുത്തി. പ്രേംകുമാർ ഒരു ഘട്ടത്തിലും പറഞ്ഞില്ല രാഷ്ട്രീയ പ്രേരിതമാണെന്ന്. അപ്പോൾ ഏജൻസികൾ അന്വേഷിച്ചു, അതിൽ അന്വേഷണം തൃപ്തികരമല്ല എന്ന് അതിലെ ഒന്നാം പ്രതിയായിരിക്കുന്ന അല്ലെങ്കിൽ പ്രധാന പ്രതിയായിരിക്കുന്ന സ്വപ്ന സുരേഷ് പറയുമ്പോൾ നിങ്ങൾ ഇതിനെത്ര വേവലാതിപ്പെടുന്ന? അവരൊരു 164 സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ അവർക്ക് അവകാശമില്ലേ? പിന്നെ ഇവിടെ പിന്നെ നമ്മുടെ സനോജ് പറഞ്ഞത് അപലപിക്കപ്പെടേണ്ടതാണ്. ഇങ്ങനെ അപലപിക്കാനാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ഈ സംസ്ഥാനത്ത് ഉണ്ടെന്ന് സനോജിനറിയാമോ? ഈ 1957 തന്നെ ഇവിടെ നടന്നിട്ടുള്ള ഒരു മട്ടന്നൂർ തീവെപ്പിനെ കുറിച്ച് അറിയാമോ താങ്കൾക്ക്? KSRTC ബസ്സിൽ പോയവരെ തീ വെച്ച് കൊന്ന് 3 പേരെ കൊന്നതറിയാമോ? CPM-കാർ അന്ന് പ്രതിഷേധം നടത്തിയത്. നിങ്ങൾ ഡൽഹിയിലെ കലാം കൂടി ഒന്ന് പറയും. ഇവിടെ കേരളത്തിലെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ഡൽഹി പോയതില്ല. മട്ടന്നൂരിൽ 3 പേരെ പാവങ്ങൾ കാറിൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അല്ല അരി എത്ര നോക്കും പയർ, ഞാൻ പറഞ്ഞിട്ടെ അരി എത്ര നോക്കും പയറാഞ്ഞ പറയാരി. ഇവിടെ ഈ സംസ്ഥാനത്ത് രാഷ്ട്രീയ സംബന്ധത്തെ ഞാൻ പറയുന്നത് ഈ സംസ്ഥാനത്ത് രാഷ്ട്രീയ സംഭവത്തെ പഴയ കാലത്തുണ്ടാകുന്ന അക്രമ സംഭവങ്ങൾ വൻമരങ്ങൾ വീഴുമ്പോ സഞ്ജയ് ഗാന്ധി എന്ത് അവകാശമാണ് മലയാളത്തിൽ ഒരു കഥയുണ്ട്. ആ കഥയുടെ പഴയ കാലത്തെ അക്രമ സംഭവങ്ങൾ അങ്ങനെ തന്നെ ആവർത്തിക്കാൻ വേണ്ടിയല്ല നമ്മളൊന്നും നവീകരിക്കപ്പെടുന്നത്. അതങ്ങനെ ആവർത്തിക്കരുതെന്നാണ് പറയുന്നത്. ഒരു നിമിഷം, പരസ്പരം വെല്ലുവിളിച്ച് വീണ്ടും വെറുപ്പുണ്ടാകേണ്ട സാഹചര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാം. സംസ്ഥാനത്ത് ഒരിക്കലും പാടില്ലാത്ത അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പുണ്ടാകുന്ന ചില സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായി. അതെന്തായാലും കഴിഞ്ഞുപോയി. ഇനിയെങ്കിലും അതിന് അവസാനം വേണം. അതിന് അവസാനം ഇല്ലാതാക്കാൻ ആരെങ്കിലും തുനിഞ്ഞിറങ്ങിയാൽ അതിന് സ്റ്റേറ്റിന് മിഷനറിയുണ്ട്. അതിന് നിയമപരമായ തടയിടേണ്ടത് ആവശ്യവുമാണ്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.